السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين، والصلاة والسلام على سيدنا محمد سيد الأنبياء والمرسلين وآل كلهم والصحابة أجمعين، أما بعد. فاللهم اغفر لنا ولوالدينا ولمشايخنا ولأحبابنا ولمن له حق علينا ولمن أوصانا بالدعاء ولمصنف هذا الكتاب ولوالديه ولأقاربه ولأحبابه ولمشايخه ولجميع المؤمنين والمؤمنات والمسلمين والمسلمات. സ്നേഹാദരവുമുള്ള സാദാത്തുക്കൾ, ഉസ്താദുമാർ, സഹോദര സഹോദരിമാർ, റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ ഖബൂലായ അമലിന്റെ കൂട്ടത്തിൽ നമ്മളുടെ അമലിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സാലിഹായ അമലായി സ്വീകരിച്ച് കഴിഞ്ഞുപോയ പാപങ്ങൾ മുഴുവനും ഹസനാത്താക്കി മാറ്റിമറിക്കുന്ന രീതിയിലുള്ള അമലായി നമ്മുടെ അമലിനെ റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ഇന്നലെ ഓതി വന്നിരുന്നത് അമാനത്തിനെ സ്വീകരിക്കുക എന്നുമായി ബന്ധപ്പെട്ട ഹദീസാണ്. അമാനത്തിനെ വീട്ടേണ്ടതുണ്ട്. അമാനത്ത് എന്ന് പറയുമ്പോൾ അതെ, അമാനത്തിനെ വീട്ടണം എന്നത് കൊണ്ട് കൽപ്പിക്കുന്ന അധ്യായം, അതാണ് ഇന്നലെ ഓതിയത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഹദീസ് വളരെ ചുരുങ്ങിയ വാക്കാണ്, ആർക്കും ബൈഹത്താക്കാൻ എളുപ്പമുള്ളത്. ആയത്തുൽ മുനാഫിഖി സലാസ്, കപടവിശ്വാസിയുടെ അടയാളം അത് 3 ഉണ്ട് എന്ന് പറഞ്ഞു. എന്താണത്? ഇദാ ഹദ്ദസ കദബ, ഇദാ ഹദ്ദസ കദബ്, സംസാരിച്ചാൽ കള്ളം പറയും. പിന്നെ വഇദാ വഅദ അഖ്ലഫ്, വാക്തത്വം ചെയ്താൽ ലംഘിച്ചവനാകും. വഇദാ ഉത്മിന ഖാൻ, വിശ്വസിക്കപ്പെട്ടാൽ അവൻ അതിൽ വഞ്ചന നടത്തിയവനാകും. ഈ 3 വിശേഷണങ്ങളാണ് മുനാഫിഖിന്റെ അടയാളമായി സയ്യിദുൽ വറ, സൃഷ്ടികളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു റിപ്പോർട്ടിൽ, മുസ്ലിം ഇമാമിന്റെ റിപ്പോർട്ടിൽ ഈ ഹദീസ്, മേലെ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതാണ്, മുത്തഫഖുൻ അലൈഹിയാണ്. ഒരു റിപ്പോർട്ടിൽ കാണാം വഇൻ സാമ, അവൻ നോമ്പെടുത്താലും ശരി, വസല്ല, അവൻ നിസ്കരിച്ചാലും ശരി, വസഅമ അന്നഹു മുസ്ലിം, അവൻ മുസ്ലിമാണ് എന്ന് വാദിച്ചാലും ശരി, എന്താണ്? അവന് മുനാഫിഖാണ്. ഈ പറഞ്ഞതിന്റെ ലാഹിർ, ഈ പറഞ്ഞതിന്റെ പ്രത്യക്ഷത്തില് ഏതാണ്? ഈ 3 സ്വഭാവങ്ങൾ ഒരാളിലുണ്ടായാൽ അവൻ ശരിക്ക് മുനാഫിഖായി മാറി എന്നുള്ളതാണ്. അഥവാ മുനാഫിഖായി മാറുക എന്ന് പറഞ്ഞാൽ കാഫിറായി നടത്താം. കാഫിറായി മാറി അവൻ പുറത്തേക്ക് ഇസ്ലാമിനെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ശരി, അവൻ യഥാർത്ഥത്തിൽ കാഫിറാണ് ഈ 3 സ്വഭാവത്തിന്റെ ആളാണെങ്കിൽ എന്നാണ്. ഇമാം മാലിക് തങ്ങളത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നിഫാഖ് എന്ന് പറയുന്നത് ഏതൊന്നാണോ അതേ കാര്യം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ള നിരീശ്വരവാദവും അതുപോലെ പരലോകത്തിൽ വിശ്വസിക്കാതെ ഈ ലോകം ശാശ്വതമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ ആളുകളെ പറ്റിയുമാണ്
ഇന്ന് ആ നിഫാഖ് എന്ന് ഉപയോഗിക്കുന്നത്. ലോകം നശിക്കുകയില്ല എന്ന് വാദിക്കുന്ന ഒരാൾ, ഒരു വിഭാഗം ആളുകൾ, അവർക്ക് ഈ ലോകത്തിന്റെ നാശത്തിൽ, ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ട് വേറെ ലോകത്തിൽ ജീവിക്കും എന്ന വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികൾ എന്ന് പറയാം. അവരാണ് യഥാർത്ഥത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുനാഫിഖ് എന്ന് പറയപ്പെടുന്ന ആള്. ഇന്ന കാലഘട്ടത്തിലുള്ള മുനാഫിഖ്, ഇന്ന കാലഘട്ടത്തിലുള്ള നിരീശ്വരവാദികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള മുനാഫിഖുകൾ. അപ്പൊ ഈ 4 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങൾ ഒരാളിൽ സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? അയാള് ആരാ? മുനാഫിഖായിട്ടുണ്ട് എന്നാണ് ഈ ഹദീസിന്റെ പ്രത്യക്ഷാർത്ഥം. പക്ഷേ പ്രത്യക്ഷാർത്ഥം അങ്ങനെ മുഴുവനായിട്ട് അങ്ങനെ എന്താക്കാൻ പാടില്ല. നമ്മള് പിന്നെ എല്ലാ സ്ഥലത്തേക്കും അത് സൂക്തബിൾ ആയിക്കോളുമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട വാക്കുകളിലും വിശുദ്ധ ഖുർആനിലൊക്കെ അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്നത് വെറും ആ ഒരു വാക്കിന്റെ ഭാഷാർത്ഥം മാത്രം നോക്കിയിട്ടല്ല. ഭാഷാർത്ഥ പ്രകാരമാണ് നമ്മൾ പറഞ്ഞത് അവൻ മുനാഫിഖായി മാറുന്നു. എന്നാൽ അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ട ഒരു സത്യം നമുക്കറിയാം. എന്താണ്? പ്രവർത്തനങ്ങളല്ല യഥാർത്ഥത്തിൽ ഒരാളെ മുഅ്മിനും അതുപോലെ അവിശ്വാസിയുമാക്കുന്നത്. പ്രവർത്തനമല്ല, വിശ്വാസമാണ്. ഇവിടെ പറഞ്ഞ 3 അടയാളങ്ങളും പ്രവർത്തനങ്ങളാണ്. സംസാരിക്കുമെന്ന് പറഞ്ഞത് അവന്റെ പ്രവർത്തനമാണ്, നാക്കുകൊണ്ടുള്ള. വർത്തമാനം പറയുമ്പോൾ അവൻ കളവ് പറയുമെന്ന് പറഞ്ഞത് ഏതാണ്? അവന്റെ നാക്കുകൊണ്ടുള്ള പ്രവർത്തനമാണ്. വാക്തത്വം ചെയ്താൽ അവൻ ലംഘിക്കുമെന്ന് പറഞ്ഞതും അവന്റെ പ്രവർത്തനമാണ്. വിശ്വസ്തയിൽ കെട്ടിക്കപ്പെട്ടാൽ അതിൽ അവൻ വഞ്ചന നടത്തും, അത് വേണ്ടതുപോലെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞതും അവന്റെ പ്രവർത്തനമാണ്, അഥവാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് അത് ഹൃദയവുമായി ബന്ധപ്പെട്ടതല്ല, അത് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങൾ ഒരാൾ സമ്മേളിച്ചാലും അടിസ്ഥാനപരമായി അവൻ കാഫിറാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല, അവൻ മുനാഫിഖാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം അത് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട പോരായ്മകളിൽ അവനുണ്ട് എന്നതിൽ ശരിയാണ്. ദോഷങ്ങൾ ചെയ്തു എന്ന കാരണം കൊണ്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ നമ്മുടെ വിശ്വാസമുള്ളത്. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസം എന്താണ്? ഒരാളുടെ പ്രവർത്തനം കൊണ്ട് മാത്രം അയാൾ എന്താവുകയില്ല. പ്രവർത്തനങ്ങൾ, തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിക്കുക, ചെയ്യുക എന്ന് പറയുന്നത് ഈമാനിൽ നിന്ന് ഒരാളെ പുറത്താക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ദലീലുൽ ഫാലിഹീൻ വിശദീകരിക്കുന്നുണ്ട്. ഇമാം മാലിക് തങ്ങളുടെ ഈ വിശദീകരണം അനുസരിച്ച് وليس الأمر على مقتضى هذا الظاهر لما قررناه أول كتاب الإيمان من أن المعاصي لا تخرج الإنسان عن الإيمان. തെറ്റുകുറ്റങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യനെ ഈമാനിൽ നിന്ന് പുറത്താക്കുകയില്ല. ولما استحال حمل هذا الحديث على ظاهره, ഈ ഹദീസിനെ അതിന്റെ ലാഹിറ പ്രകാരത്തിൽ കൊണ്ടുപോകാൻ, പ്രത്യക്ഷാർത്ഥ പ്രകാരം ഉപയോഗിക്കാൻ നേരെ പറഞ്ഞ അടിസ്ഥാനം വൈരുദ്ധ്യമായി വരുന്നത് കൊണ്ട് ഈ ഹദീസിന്റെ ഉദ്ദേശം എന്താണ് എന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വ്യത്യസ്ത അർത്ഥങ്ങൾ ഈ ഹദീസിനുണ്ടാവാം. ഒന്നാമതായി മുനാഫിഖിന്റെ അടയാളം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം പ്രവർത്തനം മുനാഫിഖിന്റെ പ്രവർത്തനമാകുന്നതിന്റെ രൂപങ്ങൾ എന്നാണ്. അപ്പൊ ആയത്തുൽ മുനാഫിഖി എന്ന് പറഞ്ഞപ്പോ അതിന്റെ അർത്ഥം എന്താ? മുനാഫിഖിന്റെ പ്രവർത്തനം പ്രവർത്തിക്കുന്നതിന്റെ അടയാളങ്ങൾ
ഇന്നവൊക്കെയാണ്. അപ്പൊ ഇന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ മുനാഫിഖ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്നാണ് വരുന്നത്. അപ്പോ എന്ത് വരൂല, ഒരാളിൽ പ്രവർത്തനത്തിൽ അയാൾ ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ കള്ളം പറയുന്നതായിട്ട് കണ്ടാലും, വാക്തത്വം ചെയ്താൽ അത് ലംഘിച്ചതായിട്ട് കണ്ടാലും, വിശ്വസിപ്പിക്കപ്പെട്ടതിനെ വഞ്ചിച്ചതായിട്ട് കണ്ടാലും അവൻ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചവനാണ് എന്നവനെ പറ്റി വിലയിരുത്താൻ ഈ ഹദീസ് കൊണ്ട് സാധിക്കുകയില്ല. കാരണം മുനാഫിഖിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട പ്രവർത്തനം അവൻ പ്രവർത്തിച്ചു എന്നേയുള്ളൂ. മുനാഫിഖിന്റെ വിശ്വാസം അവൻ വിശ്വാസമുള്ളവനായി എന്ന് വന്നിട്ടില്ല എന്നർത്ഥം. അതുപോലെ الحديث محمول على من غلبت عليه هذه الخصال واتخذها عادة ولم يبال بها تهاونا واستخفافا بأمرها فإن من كان هكذا كان فاسد الاعتقاد غالبا فيكون منافقا. ഒരാൾ അയാളുടെ ജീവിതത്തിന്റെ മുഴുവൻ സമയത്തും ഇത് തന്നെ ആയി അവന്റെ പ്രവർത്തനങ്ങൾ, സംസാരിക്കുമ്പോഴെല്ലാം കള്ളം പറയുക, ആ നിലക്ക് അവനിൽ ഈ പ്രവർത്തനം അധികരിച്ചു വന്നാൽ, ഇങ്ങനെ ചെയ്യുന്നതിൽ അവന് ഒരു മനസ്സങ്കോചവും ഇല്ലാത്ത നിലക്ക് ആ പ്രവർത്തനത്തിൽ അവൻ മുഴുകിയാൽ, അങ്ങനെയുള്ളവനാണെങ്കിൽ فإن من كان هكذا كان فاسد الاعتقاد غالبا, അവൻ മിക്കവാറും വിശ്വാസത്തിൽ പിഴവ്, നാശം സംഭവിച്ചവനായിരിക്കും. അങ്ങനെ വിശ്വാസത്തിൽ നാശം സംഭവിച്ചവനാണെങ്കിൽ അവൻ മുനാഫിഖായി തീരുകയും ചെയ്യും. എന്നല്ലാതെ ഇതിൽ അവന്റെ പ്രവർത്തനത്തിൽ എപ്പോഴെങ്കിലൊക്കെ അല്ലെങ്കിൽ കുറെ പ്രാവശ്യം ഇത് ആവർത്തിച്ചുണ്ടായി, പക്ഷെ അതിനെ എന്താക്കിയിട്ടില്ല, നിസ്സാരവൽക്കരിച്ചിട്ടില്ല. എങ്ങനെ നിസ്സാരവൽക്കരിക്കാതിരിക്കുക? പറയുമ്പോഴൊക്കെ കള്ളം പറഞ്ഞെങ്കിലും, വർത്തമാനം പറയുമ്പോഴൊക്കെ ധാരാളം കള്ളം പറഞ്ഞെങ്കിലും അവന് നല്ലോണം ദ്വാരക്കുന്നത് കാണുന്നുണ്ട്. കുറച്ചവനെ ഞാൻ പറഞ്ഞത് കളവായി പോയി, ഇനി എനിക്കത് പുറത്തിറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ദ്വാരക്കുന്നത് കണ്ടു. വർത്തമാനം പറയുമ്പോഴൊക്കെ ആൾ നല്ല കള്ളം പറയും. പിന്നെയോ അവൻ പിന്നെ പറയുന്നുണ്ട്, ഞാനിങ്ങനെ വർത്തമാനം പറയുമ്പോൾ കളവ് പലപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട്, നീ പുറത്തിറങ്ങേലൊക്കെ ലാഹിറില് അവൻ നിന്നിട്ട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അല്ലെങ്കിൽ വാക്തത്വം ചെയ്തതിനെ ലംഘിച്ചതിന് ശേഷം പിന്നീട് അവൻ പറയുന്നു, എനിക്ക് വാക്തത്വം നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല എന്ന വിഷയത്തിലും ഖേദപ്രയോഗത്തിൽ കാണുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആ ചെയ്യുന്ന പ്രവർത്തനത്തിലൊന്നും അവൻ എന്തായിട്ടില്ല, ദീനിനെ വിലവെക്കാത്ത രീതിയിൽ ചെയ്യുന്നവനായിട്ടില്ല. കാരണം അവൻ എന്താക്കുന്നുണ്ട്, തൗബ അവന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട്. വിശ്വസിപ്പിക്കപ്പെട്ട ഇനെ വഞ്ചന നടത്തിയപ്പോഴും പലപ്പോഴും അത് ആവർത്തിച്ചുണ്ടായപ്പോഴും അവനക്ക് ആ വിഷയത്തിൽ ഖേദപ്രകടനം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ അതിൽ അവൻ മനസ്സംതൃപ്തിയോടുകൂടെയല്ല, അല്ലെങ്കിൽ പിന്നെ അവന് അതിൽ ആശ്വാസം കണ്ടത് കൊണ്ടല്ല ആ വഞ്ചനകൾ നടത്തിയത്, അതിനെ നിസ്സാരവൽക്കരിച്ചത് കൊണ്ടല്ല, അമാനത്തിനെ നിസ്സാരവൽക്കരിച്ചത് കൊണ്ടല്ല അവൻ അതിൽ വഞ്ചന നടത്തിയത് എന്നറിയിക്കുന്ന പ്രവർത്തനങ്ങളോ മറ്റോ അവന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അപ്പോഴൊന്നും തന്നെ അവനെ മുനാഫിഖാണെന്ന് പറയാൻ പറ്റില്ല. മറ്റൊരു അഭിപ്രായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുനാഫിഖിന്റെ അടയാളം ഇതായിരുന്നു. എന്തുകൊണ്ട്? സ്വഹാബത്തിന്റെ ഇടയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവൽ തീരെ ഇല്ലായിരുന്നു. فإن أصحاب النبي صلى الله عليه وسلم كانوا مجتنبين لهذه الخصال, ഈ സ്വഭാവങ്ങളൊക്കെ വർജിച്ചവരായിരുന്നു. ബിഹൈസു ലാ തഖൂ മിൻഹും, അവരിൽ നിന്നുണ്ടാവുകയില്ല. വലാ തഅറഫു ഫീമാ ബൈനഹും, അവരുടെ ഇടയിൽ ഇത് അറിയപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആരുടെയെങ്കിലും അടുക്കൽ നിന്നുണ്ടായാൽ അവൻ യഥാർത്ഥത്തിൽ മുനാഫിഖ് തന്നെയാണെന്നാണ് അർത്ഥം. ഈ അഭിപ്രായമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയും ഇബ്നു അംർ റളിയല്ലാഹു തആല നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഉദ്ധരിച്ചിട്ടുള്ളത്. റുവിയ അൻഹുമാ ذلك في حديث أنهما أتيا يسألانه عن هذا الحديث فضحك النبي صلى الله عليه وسلم وقال ما لكم ولهن إنما
خصت بهن المنافقين أنتم من ذلك براء. ഈ വിഷയത്തിന്റെ വിശദീകരണം ചോദിക്കാൻ വേണ്ടി ഇബ്നു അബ്ബാസ് തങ്ങളും ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും കൂടി നബി തങ്ങളുടെ അടുക്കലേക്ക് ചോദിച്ചു, എന്താണ് ഈ ഹദീസിന്റെ വിശദീകരണം എന്ന്. ഞങ്ങളൊക്കെ അതിൽ പെട്ടവരായി പോകുമോ എന്ന നിലക്ക് അവർ അതിന്റെ വിശദീകരണം ചോദിക്കാൻ ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. അവർ ജനിച്ചിട്ട് പറഞ്ഞു, മാലക്കും വലഹുന്ന, നിങ്ങൾക്കെന്ത് വിഷമമാണുള്ളത്, വലഹുന്ന ഈ നിങ്ങൾക്കെന്ത് ബന്ധമാണുള്ളത്, വലഹുന്ന ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയങ്ങൾ നിങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം ഇന്നമാ ഖുസ്സിസത ബിഹിന്നൽ മുനാഫിഖീൻ, ഇത് മുനാഫിഖീങ്ങളിൽപ്പെട്ട ആളുകളുടെ പ്രത്യേകതകളാണ്. മുനാഫിഖീങ്ങൾക്ക് ഈ സ്വഭാവം ഉണ്ടാവുള്ളൂ. അൻതും മിൻ ദാലിക ബുറാ, നിങ്ങൾ ഈ സ്വഭാവങ്ങളിൽ നിന്നും വളരെ ഒഴിവായിട്ടുള്ള ആളുകളാണ്. ഈ സ്വഭാവങ്ങളിൽ ഒന്നും നിങ്ങൾ ആരെയും തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അതുകൊണ്ട് എന്ത് മനസ്സിലാകുന്നു? നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ സ്വഭാവമായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ആര് തന്നെയാണ്? മുനാഫിഖ് തന്നെയാണ് എന്നർത്ഥം. ഏതാവട്ടെ, അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന എന്തിനകത്ത് ഈ വിശദീകരണം പറഞ്ഞു വെച്ചാല്, ഈ ഹദീസ് ഓതിയിട്ട് അവൻ മുനാഫിഖാണ് എന്ന് ആരും വിധി പറയരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടില് മറ്റൊരാളുടെ പേരില് കുറ്റാരോപിക്കാൻ വലിയ ആവേശമല്ലോ. മറ്റുള്ള ആളുകളിൽ കുറ്റം ചാർത്താൻ വലിയ ഇഷ്ടമാണ്. കാരണം ആ വിഷയത്തിലേക്ക് ഇബ്ലീസ് നമ്മളെ കൂടുതൽ പ്രേരിപ്പിക്കും. നമ്മൾ അള്ളൽ ബാത്തിലാക്കി കളയാനും നമ്മളെങ്ങനെയെങ്കിലും നരകത്തിലേക്ക് എത്തിക്കാനുമാണ് അവന്റെ ഡ്യൂട്ടി ഉള്ളത്. അപ്പൊ ആ ഡ്യൂട്ടിയിൽ അവൻ വിജയം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവൻ ചെയ്യുന്ന എളുപ്പപ്പടി എന്താ? നമ്മളെ കൊണ്ട് നിസ്കരിപ്പിക്കുന്ന നോമ്പൊക്കെ ചെയ്യും. അതൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കൂല. അതൊക്കെ ഉപേക്ഷിക്കണം തോന്നിപ്പിച്ചാൽ നമ്മൾ ഉപേക്ഷിക്കൂലെന്ന് കണ്ടാല് പിന്നെ അവൻ ചെയ്യുന്ന പരിപാടികളിൽ പെട്ടതാണ് മറ്റുള്ള ആളുകളിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുക, മറ്റുള്ള ആളുകളിൽ കുറ്റം ആരോപിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കുറ്റം ആരോപിച്ചിട്ടുണ്ട് ഇവന്റെ അമലിന്റെ പ്രതിഫലത്തെ നിന്നിട്ട് നീങ്ങിപ്പോയിക്കോളോ. നീങ്ങിപ്പോയാൽ ഇവനക്ക് അമറൊന്നുമില്ലാതെ ഇവന്റെ സയ്യാത്തുകൾ, ഇവന്റെ ദുഷ്പ്രവർത്തനങ്ങൾ കൂടുതലാവുകയും അവൻ നരകത്തിലേക്ക് പോകാൻ കാരണമാവുകയും ചെയ്യുമല്ലോ. അപ്പൊ ഈ ഇബ്ലീസിന് സന്തോഷമായി. അപ്പൊ കാരണത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ആളുടെ മേൽ കുറ്റം ചാർത്താൻ വേണ്ടി നമ്മളുടെ ആൾക്കാർ ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും അതിലേക്ക് വഴി പോവാറുണ്ട്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഈ ഹദീസ് അതിന് ഒരിക്കലും അവർക്ക് വഴിയാവാൻ പാടില്ല എന്നാണ് ഞാൻ ഈ വിശദീകരണത്തിന്റെ ചുരുക്കം. അപ്പൊ ആയത്തുൽ മുനാഫിഖ് സലാസ്, മുനാഫിഖിന്റെ അടയാളം 3 പറഞ്ഞു. ഇതാ ഹദ്ദസ കദബ്, ഒരാള് വർത്തമാനം പറയുമ്പോൾ അവൻ കളവ് പറഞ്ഞവനാണ്. അപ്പോ 1-2 കളവ് പിടിക്കപ്പെട്ടാല് മുനാഫിഖിന്റെ പണിയാണ് അവൻ ചെയ്തിട്ടുള്ളത്. വെറുതല്ല ആളെന്താക്കുന്നത്, വിശ്വസിക്കാൻ പറ്റുള്ള ആ മുനാഫിഖാണ്. പിന്നെ വർത്തമാനം പറയുമ്പോഴൊക്കെ പറയാം ആ മുനാഫിഖിനെ കുറിച്ചിട്ട് പറയണ്ട, ആ മുനാഫിഖ എന്ന രീതിയിൽ ഒരു വിലയുമില്ലാതെ നമ്മളുടെ ആളുകൾ മറ്റുള്ള ആളുകളെ കുറിച്ച് അങ്ങനെ പറയുന്നതായിട്ട് പലപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളിൽ തന്നെ ഉണ്ടായിക്കൂടുന്നില്ല ഇത്തരം സ്വഭാവങ്ങൾ. ഒരു പക്ഷേ സംസാരിക്കുന്ന എന്നിൽ നിന്നോ തന്നെ ഉണ്ടായിക്കൂടുന്നില്ല. അല്ലാഹുവിനെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അതിന് നമ്മളൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മള് ഈ ഹദീസ് അതിന് വഴിവെക്കാൻ പാടില്ല. ഈ ഹദീസ് കൊണ്ട് അങ്ങനെ അർത്ഥമില്ല. തെറ്റുകുറ്റങ്ങൾ ചെയ്യൽ ഒരാളെ ഈമാനിൽ നിന്ന് പുറത്താക്കുകയില്ല എന്നതാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ അടിസ്ഥാനമായ നിയമം. അതുകൊണ്ട് ഒരാളെയും എന്താക്കരുത്, കാഫിറാക്കാനോ അല്ലെങ്കിൽ മുനാഫിഖാക്കാനൊന്നും ഈ ഹദീസ് ആരും ദുർഭവം ചെയ്യരുത് എന്നതിനു വേണ്ടിയാണ് ഈ വിശദീകരണങ്ങൾ പറഞ്ഞത്. അടുത്ത ഹദീസിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് അടുത്ത ഹദീസ്? ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു തൊട്ടുള്ളതാണ് അടുത്ത ഹദീസ്. ഹുദൈഫ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എന്താണ്? ഹുദൈഫ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പൊ ഇൻഷാ അല്ലാഹ് പേസ്റ്റ് വരും. പേസ്റ്റ് വന്നാൽ എല്ലാവർക്കും കാണാലോ. وعن حذيفة بن اليمان, حذيفة بن اليمان, حذيفة വായിച്ചിട്ട് പിന്നെ അതിന്റെ സിഫത്ത് ബിനീന വരാം.
وعن حذيفة بن اليمان رضي الله عنه قال حدثنا رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഹദീസ് പറഞ്ഞു, ഞങ്ങൾക്ക് വർത്തമാനം പറഞ്ഞു തന്നു. ഹദീസ് ഇനി രണ്ട് കാര്യങ്ങൾ. ഹദീഫ തങ്ങൾ പറയുന്നു, ഖദ് റഅയ്തു അഹദഹുമാ വഅന അൻതളിറുൽ ആഖർ, രണ്ടിൽ നിന്ന് ഒരു സംഭവം ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. വഅന അൻതളിറുൽ ആഖിറ, മറ്റേ വിഷയം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, എപ്പോഴാണ് വരാന്നറിയില്ല. രണ്ട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒരു കാര്യം നടപ്പിലായി കണ്ടു, രണ്ടാമത്തെ കാര്യം നടപ്പിലായി കണ്ടിട്ടില്ല, എപ്പോൾ കാണുമെന്ന് പറയാൻ പറ്റില്ല. എന്താണ് സംഭവം? ഹദ്ദസന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ഹദ്ദസന എന്നാണ് വായിക്കുക, ഹദ്ദസന അന്നൽ അമാനത നസഅത് ഫീ ജസ്രി ഖുലൂബിർ റിജാൽ ثم نزل القرآن فعلموا من القرآن وعلموا من السنة. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അന്നൽ അമാനത്ത, അല്ലാഹു തആല നേരത്തെ പറഞ്ഞിട്ടുള്ള അമാനത്ത്, അഥവാ ആകാശങ്ങളിലും ഭൂമിയുടെ മേലും പർവ്വതങ്ങളുടെ മേലൊക്കെ അള്ളാഹു പ്രദർശിപ്പിച്ച് അവർ ഏറ്റെടുക്കാൻ വിസമ്മതിച്ച, അതിനെ തൊട്ട് അവർ ഭയപ്പെട്ട് കളഞ്ഞ അമാനത്ത് മനുഷ്യൻ ഏറ്റെടുത്തെന്ന് പറഞ്ഞല്ലോ. അതിനെ വീഴ്ച വരുത്തുന്ന മനുഷ്യന്മാർ വലിയ അക്രമികളും ജാഹിലീങ്ങളുമാണ് എന്നും നേരെ പറഞ്ഞിരുന്നു. ആ അമാനത്ത് യഥാർത്ഥത്തിൽ നസലത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് ഫി ജസ്രി ഖുലൂബിർ റിജാലി, മനുഷ്യന്മാരുടെ ഹൃദയത്തിന്റെ ജബലിലാണ്, അതിന്റെ മുരടിലാണ്. ഹൃദയത്തിന്റെ അങ്ങേ അറ്റത്തിൽ എന്ത് ഇറങ്ങിയിട്ടുണ്ട്? അമാനത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അമാനത്ത് എന്നൊരു വിഷയം മനുഷ്യൻ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് അർത്ഥം. ثم نزل القرآن فعلموا من القرآن وعلموا من السنة. അതിന്റെ ശേഷം, അമാനത്ത് ഏറ്റെടുത്തതിന്റെ ശേഷം ഖുർആൻ അവതരിച്ചു. فعلموا من القرآن, അപ്പോൾ ഖുർആനിൽ നിന്ന് അവർ അറിഞ്ഞു, അഥവാ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുകയും ആ ഖുർആൻ കൊണ്ട് അവർ പാഠം ഉൾക്കൊള്ളുകയും ചെയ്തു. വഅലിമു മിനസ്സുന്ന, ആ ഖുർആനിന്റെ വിശദീകരണമായ ഹദീസിൽ നിന്നും അവർ അറിയുകയും അവർ അതിനെ വിശ്വസിക്കുകയും ചെയ്തു. സുമ്മ ഹദ്ദസന, അങ്ങനെ ഒരു സംഭവം. സുമ്മ ഹദ്ദസന, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഹദീസ് പറഞ്ഞു തന്നു. അൻ റഫ്ഇൽ അമാനത്തി, അമാനത്ത് എന്ന് പറയുന്നത് അല്ലാഹു തആല മനുഷ്യരിലേക്ക് ഇറക്കിയിട്ടുള്ള ആ അമാനത്ത് ഉയർന്നു പോകുന്നതിനെ കുറിച്ച്, അതിനെ അള്ളാഹു ഉയർത്തി കളയുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഖാല, അങ്ങനെ അവിടുന്ന് പറഞ്ഞു, യനാമു റജുലു നൗമ ഫതുഖ്ബദുൽ അമാനത്തു മിൻ ഖൽബി ഫയളു അസറുഹാ മിസ്ലൽ വഖ്ത് ثم ينام النوم فتقبض الأمانة من قلبه فيظل أثرها مثل أثر المجل كجمر دحرجته على رجلك فنفط فتراه منتبرا وليس فيه شيء ثم أخذ خصاة فدحرجه على رجله فيصبح الناس يتبايعون فلا يكاد واحد يؤدي الأمانة حتى يقال إن في بني فلان رجلا أمينا حتى يقال للرجل ما أجلده ما أبصره ما أعقله وما في قلبه مثقال حبة من خردل من إيمان. എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അപ്പോ ഈ ഹദീസിൽ പറയുന്നത് എന്താണ്? രണ്ടാമത്തെ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. യനാമുർ റജുലു, മനുഷ്യൻ ഉറങ്ങും. യനാമുർ റജുലു, മനുഷ്യൻ ഉറങ്ങും. അന്നൗമ, ഒരു ഉറക്കം ഉറങ്ങും. അഥവാ
മനുഷ്യനൊരു അശ്രദ്ധയിലാകും. ഉറങ്ങിയാലുണ്ടാകും എന്താണ്, കാര്യങ്ങളൊന്നും നേരിൽ കാണാൻ സാധിക്കാതിരിക്കുകയും ഉറങ്ങിയാൽ ബുദ്ധി പ്രവർത്തിക്കാതിരിക്കുകയുമാണ് ഉണ്ടാവുന്നത്. ശരീരത്തിലുള്ള നാഡീനരമ്പുകളൊന്നും തന്നെ ഉണർന്ന് പ്രവർത്തിക്കാതിരിക്കുക, അതൊക്കെ അവന്റെ ബുദ്ധിയുമായി ബന്ധപ്പെട്ട രീതിയിലല്ലാതെയാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവുക. അങ്ങനത്തെ പ്രവർത്തനം മനുഷ്യനിലുണ്ടാകും. അവൻ ശരിക്കും ഉറങ്ങാന്നല്ല, കിടന്നുറങ്ങാന്നുള്ള ഉദ്ദേശത്തിലല്ല. യനാമുറജുലു അന്നൗമ, മനുഷ്യൻ ഒരു ഉറക്കം ഉറങ്ങും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ അതിനു വേണ്ടി ഉള്ള ഓർമ്മ അവന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും. ആഖിറത്തിന് വേണ്ടി ആണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്, സ്വർഗം നേടിയെടുക്കൽ അവന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാവണമെന്ന ആ ചിന്ത അവനിൽ നിന്നിട്ട് വിസ്മരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാകും. അതിനെക്കുറിച്ചാണ് ഇവിടെ നൗമത്തെന്ന് ഉപയോഗിച്ചത്. ഇങ്ങനെ ആഖിറത്തിനെ ചിന്തിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ അവനിൽ നിന്നുണ്ടാകുമ്പോൾ അവനിൽ നിന്നും അവന്റെ ഹൃദയത്തിൽ നിന്നും അമാനത്തിനെ എടുത്തു മാറ്റപ്പെടുന്നതാണ്. അതാണ് അപ്പോൾ അമാനത്തിന്റെ അടയാളമാകും മിസലൽ വഖ്തി, ഒരു വഖ്ത് പോലെയാകും. ഒരു ചെറിയൊരു അടയാളം മാത്രം അവശേഷിക്കും. അൽ അസറുൽ യസീർ എന്നാണ് വഖ്തിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു അടയാളം അമാനത്തിൻ്റെത്, അത് അവശേഷിക്കും, ബാക്കിയുള്ളതൊക്കെ ഉയർത്തപ്പെടും. സുമ്മയനാമുന്നൗമ, പിന്നെയും അവനിൽ നിന്നൊരു അശ്രദ്ധയായ അവസ്ഥയുണ്ടാകും. ഈ ചെറിയ അവസ്ഥ മാത്രം അവശേഷിക്കുമ്പോഴും അമാനത്തിൽ നിന്ന് വളരെ കുറഞ്ഞ അവസ്ഥ അവശേഷിക്കുമ്പോഴും വീണ്ടും ആഖിറത്തിനെ ചിന്തിക്കാതെയുള്ള നിലക്കുള്ള പ്രവർത്തനങ്ങൾ അവനിട്ടുണ്ടാകുമ്പോൾ ഫതുഖ്ബദു, വീണ്ടും ആ അമാനത്തിനെ ഉയർത്തപ്പെടും. ഫതുഖ്ബദുൽ അമാന, അപ്പോൾ വീണ്ടും അവൻ അമാനത്തെ പിടിച്ചെടുക്കപ്പെടും. ആ ചെറിയൊരു അടയാളം ഉണ്ടാകുന്നില്ലേ, ആ അടയാളത്തിനെയും എടുക്കപ്പെടും കൽബി, അവന്റെ ഹൃദയത്തിൽ നിന്ന്. അപ്പോൾ ഇനി അടയാളത്തിൽ നിന്ന് ബാക്കിയാകും മിസ്ലാസറിൽ മജ്ലി, മജ്ലി പോലുള്ളത്. ഒരു വെയിറ്റുള്ള സാധനം കയ്യിൽ കുറെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പിടിച്ചതിന് കയ്യിലൊരു അടയാളം ഉണ്ടാവുമല്ലോ. പിടിച്ചതിന്റെ അവശിഷ്ടങ്ങളൊക്കെ പോയാലും കയ്യിലൊരു അടയാളം ഉണ്ടാവും. എന്താ, തഴമ്പ് പിടിക്കാന്ന് പറയും. പിന്നെ ഈ ആയാസകരമായ പണികളൊക്കെ എടുക്കുന്ന ആളുകൾക്ക് അറിയാം. അവരെ കൈയൊക്കെ പിടിച്ചു നോക്കിയാലേ കാണാം, കൈയിന്റെ സാധാരണക്കാരുടെ കയ്യിൽ പിടിച്ചാലുള്ളതിനേക്കാൾ കുറച്ച് കൂടുതൽ കട്ടിയുള്ള തൊലി ഉണ്ടാവും. അതെന്താ, അവൻ അതുവരെ പിടിച്ചിരുന്ന സാധനത്തിന്റെ ബാക്കിയൊന്നും അവന്റെ കൈമരിക്കണില്ല. പിന്നെന്താ ഉള്ളത്, ആ പിടിച്ചിരുന്ന സാധനമൊക്കെ കംപ്ലീറ്റ് അവൻ കയ്യിൽ നിന്ന് ഒഴിവാക്കിക്കണം, കൈയൊക്കെ കഴുകിയിട്ട് വന്നിരിക്കണം. പക്ഷേ ആ പിടിച്ചിരുന്ന സാധനം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ഒരടയാളം, അസർ, തഴമ്പ് എന്നൊക്കെ അതിന് പറയും. അതുപോലെ ഇരുന്ന് ബാക്കിയാകും. മജ്ലി, ആ അമാനത്തിൽ നിന്നും തഴമ്പ് പോലുള്ള ഒന്ന് ബാക്കിയായിട്ട് കാണും. അതിനെ വിശദീകരിക്കുന്നു. ഒരു തീക്കമലുകൾ പോലെ, തീക്കമലുകള് എന്തായി, തീപ്പൊരികള് ഒരാളുടെ കാലിലൂടെ അങ്ങോട്ട് ഉരുണ്ടുപോയി. തീപ്പൊരി ഒരു മനുഷ്യന്റെ കാലിലൂടെ ഉയർന്നു പോയാൽ, നിന്റെ കാലിലൂടെ അത് പിന്നെ ഉരുണ്ടുപോയാൽ കജംറിൻ, തീക്കമലുകൾ പോലെ. അതിനെ നീ ഉരുട്ടി, അലാ റിജ്ലിക, എവിടെ, നിന്റെ കാലിന്മേൽ കൂടെ അതിനെ നീ ഉരുട്ടി. ഫനസിത, അപ്പോൾ ആ കാലിൽ പൊളം വന്നു, ചെറിയ പോള വന്ന് വീർത്തു. ഫതറാഹു, അപ്പോൾ ആ പോളത്തിനെ നീ കാണുന്നതാണ്. മുൻതജിറൻ, കാലിൽ നിന്ന് അല്പം ഉയർന്നതായിട്ട് കാണും. ആ ഉരുണ്ട ഭാഗത്ത് മറ്റു തൊലികളെക്കാൾ കുറച്ച് ഉരുണ്ടതായിട്ട് കാണും. വലൈസ ഫീഹി ഷൈഉൻ, അതിന്റെ ഉള്ളിൽ ഇറച്ചിയൊന്നും ഉണ്ടാവൂല. ഇറച്ചിയോട് കൂടെ പൊന്തിയിട്ടുള്ളതായിരിക്കൂല, മാംസത്തോട് കൂടെ അല്ല, തൊലി മാത്രം ഒന്നെ കൊണ്ടും.
അതിന്റെ ഉള്ളിൽ ഒന്നും പറയത്തക്കായിട്ട് ഒന്നും ഉണ്ടാവില്ല എന്നതുപോലെ അമാനത്തിന്റെ ചെറിയ ഒരംശം പോലും ഇല്ലാതെ അമാനത്ത് ഇരുന്നിരുന്ന സ്ഥലം ഇങ്ങനെ തഴമ്പായിട്ട് കാണുക എന്നല്ലാതെ വേറൊന്നും ഉണ്ടാവൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഇല്ലായ്മ മനസ്സിലാക്കാൻ, അതെല്ലാം അവസാനിച്ചു പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിരൽക്കല്ലെടുത്തു. ചിരൽക്കല്ലെടുത്തിട്ട് നബി തങ്ങൾ ഉരുട്ടി, ആ ചിരക്കല്ലിനെ ഉരുട്ടി അലാ റിജ്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന്റെ മേലെ കൊണ്ട് ഉരുട്ടിയപ്പോൾ ചിരൽക്കല്ല് ഉരുണ്ടു പോന്നു. പിന്നെ അവിടെ ഒന്നും ബാക്കിയായിട്ട് നിൽക്കുന്നില്ലല്ലോ, ചിരൽക്കല്ലൊന്നും ഉണ്ടാകുന്നില്ല, അവിടെ ബാക്കിയായിട്ട് നിൽക്കുന്നില്ല. ഇതുപോലെയാണ് അമാനത്ത് പൂർണ്ണമായിട്ടും എടുക്കപ്പെട്ട അവസ്ഥ പിന്നീട് ഉണ്ടാകും. فيصبح الناس يتبايعون فلا يكاد أحد يؤدي الأمانة. അങ്ങനെ അമാനത്ത് ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ പരസ്പരം കച്ചവടക്കാരായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവട ഇടപാടുകളൊക്കെ നടത്തും. ആ അമാനത്ത് ഉയർത്തപ്പെട്ടതിന്റെ ശേഷം ജനങ്ങൾ പരസ്പരം കച്ചവട ഇടപാടുകളൊക്കെ നടത്തുന്നതായിരിക്കും. അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കച്ചവട ഇടപാടുകളൊക്കെ നടത്തണ്ടേ. അങ്ങനെ അവർ ഇടപാടുകൾ നടത്തുന്നവരായിരിക്കും. ഫലായക്കാദു അഹദുൻ, ഒരാളും അടുത്തതാകുന്നില്ല യുഅദ്ദിൽ അമാന, അവന്റെ അമാനത്തിനെ നിർവഹിക്കാൻ, അവരിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മുറപോലെ നിർവഹിക്കാൻ ഒരാളും തയ്യാറാകുന്നില്ല. അതാ ഫലായക്കാദു അഹദുൻ, ഒരാളും അടുത്തതാകുന്നില്ല യുഅദ്ദിൽ അമാനത, അവനിൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്ത് നിർവഹിക്കാൻ. കേട്ടോ, ഒരാളും അമാനത്തിനെ വീട്ടാൻ അടുത്തതാവുന്നില്ല എന്നാ പറയണത്. അമാനത്ത് വീട്ടുന്നില്ല എന്നല്ല പറഞ്ഞത്, അമാനത്ത് നിർവഹിക്കാൻ തയ്യാറാവുക പോലും ഇല്ല. അപ്പോ ആദ്യം തന്നെ അമാനത്ത് അനുസരിച്ച് അവനെ എന്നിൽ ഏൽപ്പിച്ചാൽ ഞാനത് വീട്ടൂല എന്ന നെയ്യത്തോടു കൂടെയും ഓരോരുത്തരും പ്രവർത്തിക്കുന്നുണ്ടാവുക. പലരും അത് വീട്ടണമെന്ന് കരുതിയിട്ട് വീട്ടാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനല്ല ഇത്. ഫലാ യകാദു അഹദുൻ, ഒരാളും അടുത്തതാകുക പോലുമില്ല യുഅദ്ദിൽ അമാനത, അവനിൽ വിശ്വസിക്കപ്പെട്ട കാര്യങ്ങൾ അത് അതിന്റെ വേണ്ടതുപോലെ വീട്ടിക്കൊടുക്കുവാൻ ഒരാളും അടുത്തതാകുക പോലുമില്ല. എന്നിട്ടല്ലേ പിന്നെ അവിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യം അതുപോലെ ചെയ്യലുണ്ടാവുക. ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല പറഞ്ഞത്, അത് ചെയ്യാൻ അടുത്തതാകുക പോലുമില്ല. ഹത്താ, എത്രത്തോളം യുഖാലു, ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പറയപ്പെടും, ഇന്ന ഫീ ബനീ ഫുലാനിൻ റജുലൻ അമീനൻ, ഇന്ന ആളുടെ മക്കളുടെ കൂട്ടത്തില് ഒരു വിശ്വസ്തനായ ആളുണ്ട് കേട്ടോ. ഇന്ന ഫീ ബനീ ഫുലാനിൻ റജുലൻ അമീന, ഇതാ ഇന്ന സ്ഥലത്ത് അബ്ദുള്ള എന്ന പേരിൽ ഒരാളുണ്ടല്ലോ, അയാളുടെ മക്കളില് ഒരാള് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ് കേട്ടോ എന്ന് പറയും. അങ്ങനെ പറയപ്പെടാവുന്ന കാലം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇന്ന ഫീ ബനീ ഫുലാനൻ റജുലൻ അമീന എന്ന് പറയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. പിന്നെയോ ഹത്താ യുഖാലു, പറയപ്പെടും, ലിർറജുലി, ഒരാളെ കുറിച്ച് പറയപ്പെടും, മാ അജ്ലദഹു, അവനെ ഇത്ര നല്ല പ്രവർത്തനം ചെയ്യുന്നവനാക്കിയത് എന്തൊരു നല്ല കാര്യമാണ്. മാ അജ്ലദഹു, അവനെ ഇത്ര നല്ല കാര്യം ചെയ്യുന്നവനാക്കിയത്, ധൈര്യശാലിയാക്കിയത് എന്തൊരു കാര്യമാണ്. നല്ല ധൈര്യശാലിയാണല്ലോ അവൻ, അല്ലെങ്കിൽ നല്ല പ്രവർത്തനം ചെയ്യുന്ന ആളാണല്ലോ എന്നൊരാളെ കുറിച്ച് പറയപ്പെടും. ആളെങ്ങനത്തെ ആളെന്ന് പിന്നെ പറയും. ഈ പറയപ്പെടുന്ന ആരെ കുറിച്ചാണെന്നുള്ളത് വിശദീകരണം പിന്നെ വരുന്നുണ്ട്. ഏതോ ഒരാളെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്, മാ അജ്ലദഹു, അവൻ ഇത്ര നല്ല പ്രവർത്തനം ചെയ്യുന്നവനാക്കിയത് എന്തൊരു കാര്യമാണ്, നല്ല പ്രവർത്തനമാണല്ലോ അവൻ ചെയ്യുന്നത് എന്ന് ഒരാളെ കുറിച്ച് പറയപ്പെടും. അതുപോലെ മാ അഗ്ഫറഹു, അവൻ ഇത്ര വിജയിയാക്കിയത് എന്ത് കാര്യമാണ് എന്നതിനെ കുറിച്ച് പറയപ്പെടും. മാ അഅഖലഹു, അവൻ ഇത്ര ബുദ്ധിമാനക്ക് ആക്കിയത് എന്താണ്, എന്തൊരു കാര്യമാണ് എന്ന് ഒരാളെ കുറിച്ച് പറയപ്പെടും. ഏത് സ്ഥിതിയിൽ ഈ ബുദ്ധിമാനി, അല്ലെങ്കിൽ ഈ നല്ല പ്രവർത്തനം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ
ഈ വിജയ് എന്ന് ആരെക്കുറിച്ച് വിശേഷിപ്പിക്കപ്പെട്ടോ അവന്റെ കഥ എന്താണെന്ന് പറയുമോ, മാഫി ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ പോലുമില്ല മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദൽ മിൻ ഈമാൻ, ഈമാനിൽ നിന്ന് ഒരു കടുകുമണിയുടെ തൂക്കം പോലും അവന്റെ ഹൃദയത്തിൽ ഇല്ല. എന്നിട്ടാ പിന്നെ ഈമാൻ ഉണ്ടായതിന്റെ ശേഷം ഉണ്ടാകാൻ പോകുന്ന അമാനത്തവനുണ്ടാകണം. ഈമാൻ ഉണ്ടായിട്ട് വേണ്ട പിന്നെ അമാനത്ത് പോലെ അമാനത്തവനിട്ട് ഉണ്ടാവാൻ. അപ്പൊ ഈമാൻ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനമാണ്. ഈമാൻ ഇല്ലാതെ പിന്നെ അമാനത്ത് ഉണ്ടാവില്ല. ആ ഈമാനിൽ നിന്ന് പോലും ഒരു കടുക് മണിയുടെ തൂക്കം അവന്റെ ഹൃദയത്തിൽ ഇല്ലാത്ത മനുഷ്യനെ കുറിച്ചാണ് ഒരു കാലഘട്ടത്തിൽ പറയപ്പെടും. മറ്റുള്ള ആളുകൾക്ക് അതിനേക്കാളും മോശമായിട്ടുണ്ടാവും അർത്ഥം. മറ്റുള്ള ആളുകൾക്ക് അതിനേക്കാളും മോശമായിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരാളെ കുറിച്ച് എന്ത് പറയപ്പെടും, മാ അജ്ലദഹു മാ അദ്ഫറഹു മാ അഖലഹു, എന്താണ് അവന് എന്തൊരു ബുദ്ധിയാണ് അവനക്ക്, എന്തൊരു നല്ല പ്രവർത്തനമാണ് അവന്റെ പ്രവർത്തനം, എന്തൊരു വിജയിയാണ് അവൻ, നല്ല വിജയിയാണ് എന്നിങ്ങനെ അവനെ കുറിച്ച് പറയപ്പെടും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമാനത്തിനെ രണ്ട് നിലക്ക് പറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ ഉള്ള അമാനത്ത് ഏതാണ്, അത് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട പോലെ നിർവഹിക്കുന്ന കാലഘട്ടമാണ്. രണ്ടാമത്തതാണെങ്കിലോ ഉറങ്ങിക്കഴിയുന്ന സമയത്ത് അമാനത്ത് എടുക്കപ്പെട്ടു പോയുള്ള അവസ്ഥയാണ്. ഒന്നാമത്തേതിനെ പറ്റി നേരത്തെ പിന്നെ ഹദീസിന്റെ ആദ്യത്തിൽ തന്നെ എന്ത് പറഞ്ഞു, അത് അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. മനുഷ്യന്റെ ഹൃദയത്തിൽ ആണ് അത് ഇറങ്ങിയിട്ടുള്ളത്. മനുഷ്യൻ അത് പിന്നെ ഖുർആൻ, അങ്ങനെ ഖുർആനിന് ശേഷം ഖുർആൻ അവതരിച്ചപ്പോ ആ ഖുർആനെ അവർ മനസ്സിലാക്കുകയും പഠിക്കുകയും ഹദീസ് ഇറങ്ങിയപ്പോൾ ആ ഹദീസ് അവർ കേട്ടപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയും അത് ഉൾക്കൊള്ളുകയൊക്കെ ചെയ്ത വർത്തമാനം പറഞ്ഞു. രണ്ടാമത്തതാണ് പറഞ്ഞത് എന്തെന്ന്, അവനില് ഒന്നും അവശേഷിക്കാത്ത അവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വലഖദ് അതാ അലയ്യ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിയാരാണ്? ഹുദൈഫ റളിയല്ലാഹു അൻഹു അല്ലേ? ഹുദൈഫ റളിയല്ലാഹു തആല പറയുന്നു, എന്താ പറഞ്ഞത്, വലഖദ് അതാ അലയ്യ സമാൻ, നിശ്ചയം ഒരു കാലഘട്ടം എനിക്ക് വന്നിട്ടുണ്ട്. വലഖദ് അതാ അലയ്യ, എനിക്ക് വന്നിരിക്കുന്നു, സമാനും ഒരു കാലഘട്ടം, ഉമാ ഉബാലി, ഞാൻ ഗൗനിച്ചിരുന്നില്ല, ഞാൻ ഗൗനിക്കുന്നവനായിട്ടില്ല, അയ്യപ്പും ബായട്ടു, ആരോടാണോ നിങ്ങളിൽ നിന്നും ഞാൻ ഉടമ്പടി നടത്തുന്നത് എന്ന് ഞാനത്ര ഗൗനിക്കാറില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. കാരണം ആരോട് ഉടമ്പടി നടത്തിയാലും അതൊക്കെ വേണ്ടതുപോലെ നിർവഹിക്കുന്ന കാലഘട്ടമായിരുന്നു. ലൈൻകാര മുസ്ലിമൻ, ഞാൻ ഉടമ്പടി നടത്തിയതൊരു മുസ്ലിമിനോടാണെങ്കിൽ യറുദ്ദന്നഹു, അതിനെ എന്നിലേക്ക് അവൻ യറുദ്ദന്നഹു, അതിനെ വീട്ടുന്നതാണ്, അലയ്യ എന്നിലേക്ക് ദീനുഹു, അവന്റെ മതം. ഞാൻ മുസ്ലിമിനോടാണ് ഒരു ഉടമ്പടി നടത്തിയതെങ്കിൽ ആ ഉടമ്പടി അവൻ പൂർത്തിയാക്കും. അവൻ പൂർത്തിയാക്കാൻ വേണ്ടി അവന്റെ മതം അവനെ പ്രേരിപ്പിക്കുന്ന കാലഘട്ടം അത് എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടി നടത്തുന്നത് നസ്രാനിയൻ ഔ യഹൂദിയൻ, മുസ്ലിം അല്ലാത്ത മറ്റു മതക്കാരായ ക്രിസ്ത്യാനികളോ യഹൂദികളോടോ ആണ് ഞാൻ ഉടമ്പടി നടത്തിയിരുന്നുവെങ്കിൽ അവന്റെ കാര്യസ്ഥനാരാണോ അവൻ എന്നിലേക്ക് ആ ഉടമ്പടി അത് പ്രകാരം നിർവഹിച്ച് വീട്ടിൽ തരുമായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം എനിക്ക് വന്നിട്ടുണ്ട്. അമ്മൽ യൗമ, അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള അവസ്ഥ എന്താണ്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒന്നാം ഘട്ടത്തിലുള്ളത് പൂർത്തിയായി മുഴുവനായിട്ട് ഞാൻ അനുഭവിച്ചു. രണ്ടാം ഘട്ടത്തിലുള്ള കാര്യത്തിൽ നിന്നും ഹുദൈഫ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, വഅമ്മൽ യൗം, ഇന്ന് ആദ്യ കാലഘട്ടമല്ല, പിന്നീട് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെ ആയുസിന്റെ അവസാന കാലഘട്ടത്തിൽ നടത്തും.
فما كنت أبايع منكم إلا فلانا وفلانا فما كنت أبايع منكم നിങ്ങളിൽ നിന്നും ഞാൻ ഉടമ്പടി നടത്തുകയില്ല, ഞാൻ ഉടമ്പടി നടത്തുന്നവനായിട്ടില്ല. ഇല്ലാ ഫുലാനൻ ഫുലാനൻ, ഇന്ന ഞാൻ അറിയുന്ന ഇന്ന പ്രത്യേക വ്യക്തികളോടല്ലാതെ ഞാൻ ഉടമ്പടി നടത്തുകയില്ല. കാരണം എന്തുകൊണ്ട്? മറ്റുള്ളവരായിട്ട് ഉടമ്പടി നടത്തി അതേപോലെ ചെയ്യുന്നില്ല, ചെയ്യുമെന്ന വിശ്വാസമില്ലാത്ത അവസ്ഥയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുമായി മാത്രമേ ഞാൻ കച്ചവട സംബന്ധമായോ മറ്റുള്ളതൊക്കെ ആയിട്ടുള്ള ഉടമ്പടികൾ നടത്താറുള്ളൂ. അപ്പോ അമാനത്തിന്റെ കുറെ ഭാഗം എടുക്കപ്പെട്ടു പോയിരിക്കുന്നു സഹാബത്തിൽ നിന്ന് ഹുദൈഫ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ. അപ്പോൾ എനിക്ക് ഉറപ്പുള്ള ആളുകളോട് മാത്രമേ ഞാൻ എന്താക്കുള്ളൂ, ഇനിയിപ്പോ ഞാൻ ഉടമ്പടി നടത്തുള്ളൂ. മറ്റുള്ള ആൾക്കാരെ പലരും ഉറപ്പില്ലാത്ത ആളായി മാറിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ അമാനത്തിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉയർന്നതായിട്ടുള്ള രൂപമാണ് ഹുദൈഫ റളിയല്ലാഹുവിന്റെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അവസാന ഭാഗം അറിയിക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ രണ്ടാമത്തിനെ പ്രതീക്ഷിക്കുന്നു എന്ന് ഹുദൈഫ തങ്ങൾ പറഞ്ഞല്ലോ. അതെന്താണ്? അത് പറഞ്ഞത് മുഴുവനായിട്ടെന്നുള്ള കണക്കല്ല കേട്ടോ. അൽ മുൻതദറു ഹുവ റഫ്ഉ ബിഹൈസ് യബ്ഖാ അസ്റുഹാ മിസ്ലുൽ മജ്ലി. മുഴുവനും എന്തായി? അമാനത്ത് മുഴുവനും ഉയർത്തപ്പെട്ടു പോയി. ആ അമാനത്ത് അവശേഷിച്ചതിനാൽ അമാനത്ത് ഇറങ്ങുന്നതിനാലുള്ള ഒരു തഴമ്പ് മാത്രം ബാക്കിയാവുന്ന അവസ്ഥ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. ആ അവസ്ഥ ഉണ്ടാവുന്ന കാലഘട്ടം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് പിന്നീട് പ്രതീക്ഷിക്കാൻ പോകുന്നു, അത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരേക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് താല്പര്യം. പിന്നെ മുത്തഫഖുൻ അലൈഹി, ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. പിന്നെ ഖൗലുഹു ജദറു ശൈഇ, ജദർ എന്ന് പറഞ്ഞിട്ട് വാക്ക് പറഞ്ഞു, ജദറു ഖുലൂബിൻ എന്ന് പറഞ്ഞല്ലോ. ജദറു ഖുലൂബിൻ എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം എന്താണ്? മനുഷ്യന്മാരുടെ ഹൃദയത്തിന്റെ അസിലിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? അവിടെ ജദർ എന്ന വാക്കിന് ജ എന്നും ജി എന്നും രണ്ട് നിലക്ക് ഉപയോഗമുണ്ട്. ജിദർ എന്നും പറയാം, ജദർ എന്നും പറയാം കേട്ടോ. നമ്മളതിന്റെ അർത്ഥം നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നു. വഹുവ അസ്ലു ശൈഇ, ഒരു സാധനത്തിന്റെ മുരടാണ്. ഒരു സാധനത്തിന്റെ മുരടിനിക്കാണ് അതിനെന്താ പറയാ? പിന്നെ ജദർ എന്ന് പറയാം. അറബികളുടെ ഇടയിൽ ക്യാരറ്റിന് ജസർ എന്ന് പറയും. ജിസർ അടിയിലുണ്ടാകാൻ കാരണം കൊണ്ടായിരിക്കും, ഏതാവട്ടെ. പിന്നെ വഖത്ത് എന്ന് പറഞ്ഞതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വൽ വഖത്തു, വഖത്ത് എന്നത് തലഫുത്തുൻ ഫിൽ യദി വനഹ്വിഹാ മിൻ അസ്രി അമലിൻ, ജോലി കാരണത്തിനാൽ, ജോലി എടുത്തതിന്റെ അടയാളത്തിനാൽ കയ്യിൽ പോലത്തതിലുണ്ടാകുന്ന തടിപ്പിനാണ് എന്ത് പറയുന്നത്? പിന്നെ വഖത്ത് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നേരത്തെ തഴമ്പ് എന്ന് പറഞ്ഞത്. മജ്ല് എന്ന് പറഞ്ഞതൊക്കെ അതിനാണ് മജ്ല്. പിന്നെ മുൻതബിറൻ എന്ന് പറഞ്ഞല്ലോ, അതെന്താണ്? മുൻതബിറൻ എന്ന് പറഞ്ഞാൽ ഉയർന്നതായി എന്നാണ് അർത്ഥം. സാഇഹി എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞിരുന്നു ഈ ഹദീസിന്റെ അവസാനത്തിൽ. അഥവാ അൽ വാലി അലൈഹി, മുസ്ലിം അല്ലാത്ത ആളോട് ഉടമ്പടി നടത്തുന്നു, അതിൽ ഞാൻ ഗണിക്കാറില്ല
അപ്പോൾ എനിക്ക് ആ മുസ്ലിമിന്റെ സായിയാണ് ആ ഉടമ്പടി നിർവഹിച്ചു തരാറുള്ളത്. ആ സായിയാറ അൽ വാലി അലൈഹി, ആ അമുസ്ലിമായ ആളുടെ മേൽ ആരാണ് അധികാരം നടത്തുന്ന ആളുള്ളത്, ആ അധികാരം നടത്തുന്നവൻ എനിക്ക് ആ കാര്യങ്ങൾ നിർവഹിച്ചു തരും എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പിന്നെ ജുസർ എന്ന് പറഞ്ഞാൽ അസുല് പറഞ്ഞല്ലോ, അസുല് എന്നാണ്. ജുസറിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, അസുല് എന്നാണ് അർത്ഥം. ബിഫതഹിൽ ജീമി വഇസ്കാനിൽ ദാലി അൽ മുഅജമത്തി. ജീമിനിക്ക് ഫതഹ് കൊണ്ട് വായിക്കാം, ജ എന്ന് കെസർ കൊണ്ട് വായിക്കുന്ന റിപ്പോർട്ടും ഉണ്ട്. ഇസ്കാനിൽ ദാലിയാണ്, ജർ എന്ന ദാലിനൊക്കെ സുക്കൂൻ കൊണ്ടാണ്. അതിന്റെ മുറാദ് എന്താണ്? ഓക്കെ, ഒരു സാധനത്തിന്റെ മുരടിനേക്കാണ് എന്ത് പറയല്? ജദർ എന്ന് പറയല്. അപ്പോ നമ്മള് ഹദീസിൽ പറഞ്ഞ എന്താണ്? അമാനത്ത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ജദറിൽ അവതരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ആ മനുഷ്യന് അമാനത്തുമായിട്ടാണ് മനുഷ്യൻ ജനിച്ചു വരുന്നത് അർത്ഥം. ഹൃദയത്തിന്റെ അസലിൽ തന്നെ ഉള്ള സാധനമാണ്, അല്ലാഹുവിൽ ഇറക്കി കൊടുത്തിട്ടുള്ള സാധനമാണ് ഏത്? അമാനത്ത്. അപ്പൊ ഹൃദയത്തിന്റെ അസലില്ലാതെ ഹൃദയം ഉണ്ടാവില്ലല്ലോ. ഹൃദയം ഉണ്ടാവണമെങ്കിൽ എന്താണ്? അസൽ ഉണ്ടാവും. അസലിമിലെ എന്ത് സാധനം ഉണ്ടാവുള്ളൂ? ഏതൊരു സാധനം ഉണ്ടാകുന്നത് അതിന്റെ അസലിൽ നിന്നാണ്. അപ്പൊ അസലിൽ തന്നെ ഏതുണ്ടെന്നാ പറഞ്ഞത്? അമാനത്തുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അമാനത്തോടു കൂടെയാണ് ഒരു മനുഷ്യൻ ജനിച്ചു വരുന്നത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പിന്നീട് ആ അമാനത്ത് അമത്തിനെടുത്ത് ഞാൻ ജനിച്ചവനാണ്, ഞാൻ പിന്നെ ഈ ലോകത്തേക്ക് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന ബോധമില്ലാതെ ജീവിക്കുമ്പോ ആ അമാനത്ത് അവനിൽ നിന്നും അല്ലാഹു ഉയർത്തിക്കളയും. അതാണ് പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്താണ് നന്മയുടെ അമാനത്തോ? നന്മയുടെ അമാന തിന്മമാനതാമോ? അമാനം എന്നാൽ ഏതാണ്? വിശ്വസിച്ചേൽപ്പിക്കപ്പെടാവുന്ന കാര്യങ്ങൾ, ഏതെല്ലാം കാര്യത്തിന് ഏറ്റെടുത്തിട്ടുണ്ടോ അതെല്ലാ ആ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക എന്നുള്ളതാണ് അമാനത്ത്. ദീനിന്റെ എല്ലാ കാര്യങ്ങളും മുറപോലെ നിർവഹിക്കുക. അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചപ്പോ മനുഷ്യരെല്ലാവരും ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് അല്ലാഹുവിൽ പുറപ്പെടുവിക്കപ്പെട്ട ഖിയാമത്ത് നാളിലേക്കും ജനിക്കാൻ പോകുന്ന എല്ലാ മനുഷ്യരും അള്ളാഹുവിനോട് സമ്മതിച്ച് പറഞ്ഞതാണ് ബല, അതെല്ലാം ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്, നീയാണ് റബ്ബ് എന്ന കാര്യം ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിനോട് പറഞ്ഞതാണ്. അപ്പൊ അതനുസരിച്ച് ജീവിക്കണം എന്ന ആ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, അതാണ് അമാനത്ത് ഉയർത്തപ്പെടുന്നത്. അപ്പൊ അള്ളാഹു റബ്ബാണ് എന്ന തീരുമാനത്തോടുകൂടെ ഈ ലോകത്തിലാൾ ജീവിക്കുമ്പോ റബ്ബ് എന്ന് പറയുമ്പോ യജമാനാണല്ലോ. ആ യജമാനൻ പറഞ്ഞനുസരിച്ച് ജീവിക്കല് ആളുടെ എന്താ? ആ ഒരു ബോധം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥക്കാണ് അമാനത്ത് നഷ്ടപ്പെട്ടു പോവാന്ന് പറയുന്നത്. പിന്നെ എന്താ നാട്ടിക അപ്പോ മനസ്സിലായല്ലോ, വിഷയം മനസ്സിലായല്ലോ അല്ലേ? അതിപ്പോ എന്താ നമ്മൾ ചെയ്യണം? നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിക്കോളുന്നില്ല നമ്മളെ സൗണ്ട്. അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ എന്ന് പറയല്ലാതെ സൗണ്ട് ഒരാളുടെ പോലെ ആയില്ല എന്നുള്ളതോ അല്ലെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ല. നല്ല സൗണ്ട് നമുക്ക് ആയി കിട്ടണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഹദീസിലേക്ക് സമയമുണ്ടോ? അടുത്ത ഉസ്താദ് വന്നിട്ടുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. എന്താണ് എന്നതിന കാന ചുംബുന്നത്? എന്താണ് ചോദിച്ചു മനസ്സിലായോ? എന്തിനോ? എന്താ ചോദ്യം മനസ്സിലായില്ല.
ഒരാളെന്തോന്ന് ചോദിച്ചിട്ടുണ്ട്. ശരി, പോട്ടെ, കാര്യമുള്ളതല്ല. അപ്പൊ മനസ്സിലായല്ലോ. ഈ കാലഘട്ടത്തിൽ ഞാൻ എന്താ ചെയ്യുന്നുള്ളൂ, പ്രത്യേകം ആളുകളെ നോക്കിയിട്ടാണ് ബൈഅത്ത് ചെയ്യുന്നു, എല്ലാ ആളുകളോടും ബൈഅത്ത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ആ അമാനത്തിന്റെ കുറെ ഭാഗങ്ങളൊക്കെ എടുക്കപ്പെട്ടു പോയിരിക്കുന്നു എന്നർത്ഥം. പിന്നെ ഇനി നേരത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹും കൂടി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇനി നമുക്ക് ഓതാനുള്ളത്. അതിലെന്താ പറയുന്നത്? ആ ഹദീസ് നമുക്ക് ഇൻഷാ അല്ലാഹ് ആദ്യം പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ങ്ങൾക്കും കൂടിയിട്ട് ഹദീസ് കാണാലോ. ഇൻഷാ അല്ലാഹ് പേസ്റ്റ് ചെയ്യുന്ന നമ്മളെ ബിസ്മില്ല എന്ന ഐഡിയുള്ള ആളാണ്. കുറേശ്ശായിട്ട് പേസ്റ്റ് ചെയ്യണമെങ്കിൽ കട്ടൊന്നുമില്ലാതെ കിട്ടും. ഫൈലിക്സ് ഹാങ് ആയി പോവുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് കുറേശ്ശായിട്ട് അത് ഇൻഷാ അല്ലാഹ് നമ്മളെ ബിസ്മില്ല എന്ന ഐഡിയിലുള്ള ആള് ആരാന്ന് അറിയില്ല, ഉസ്താദ് തന്നെയാണോ അല്ല പിന്നെ സാധാരണക്കാരനാണോ എന്നറിയില്ല. ഏതായിരുന്നാലും അല്ലാഹു ഖൈറായ പ്രതിഫലം നൽകട്ടെ. وعن حذيفة وأبي هريرة رضي الله عنهما. ഹുദൈഫ റളിയല്ലാഹു അൻഹും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടുപേരും പറയാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യജ്മഉല്ലാഹു തബാറക വതആല الناس فيقوم المؤمنون حتى تزلف لهم الجنة فيأتون آدم صلوات الله عليه فيقولون يا أبانا استفتح لنا الجنة فيقول وهل أخرجكم من الجنة إلا خطيئة أبيكم لست بذلك اذهبوا إلى بني إبراهيم خليل الله قال فيأتون إبراهيم فيقول إبراهيم لست بصاحب ذاك إنما كنت خليلا من وراء يأمدوا إلى موسى الذي كلمه الله تكليما فيأتون موسى فيقول لست بصاحب ذلك اذهبوا إلى عيسى كلمة الله وروحه فيقول عيسى لست بصاحب ذاك لست بصاحب ذلك فيأتون محمدا صلى الله عليه وسلم وترسل الأمانة والرحم فيقومان جنبتي الصراط يمينا وشمالا فيمر أولكم كالبرق قلت بأبي وأمي أي شيء كمر البرق قال ألم تروا كيف يمر ويرجع في طرفة عين ثم كمر الريح ثم كمر الطير والرجال تجري بهم أعمالهم نورني وأشد الرجال نمتو وأشد الرجال تجري بهم أعمالهم ونبيكم قائم على الصراط يقول رب سلم سلم حتى تعجز أعمال العباد حتى يجيء الرجل لا يستطيع السير إلا زحفا وفي حافتي الصراط كلاليب معلقة مأمورة بأخذ من أمرت به
فمخدوش ناج ومكرس في النار والذي نفس أبي هريرة بيده إن قار جهنم ل70 خريفا رواه مسلم. قوله وراء هو بالفتح فيهما وراء എന്നാണ് വായിക്കുന്നത്. രണ്ടിലും വറാ പറയപ്പെട്ടിട്ടുണ്ട്. بلا تنوين ومعناه لست بتلك الدرجة الرفيعة وهي كلمة تذكر على سبيل التواضع وقد بسطت معناها في شرح صحيح مسلم والله تعالى أعلم. ഈ ഹദീസിൽ പറയുന്ന ഒരു ദീർഘമായ ഹദീസാണ്. എന്താണ് ഹദീസിൽ പറയുന്നത്? ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ട് ആര് പറയുന്നു? സല്ലല്ലാഹു അലൈഹി വസല്ലം. യജ്മഉല്ലാഹു തബാറക വ തആല. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അഥവാ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത താബിഈന് രണ്ട് ഉസ്താദുമാരുണ്ട് ഈ വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം പറഞ്ഞതായി ഹുദൈഫ തങ്ങളും പറഞ്ഞിട്ടുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും പറഞ്ഞത് എന്ത് തന്നെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതാണ്. എങ്ങനെ? യജ്മഉല്ലാഹു തബാറക വ തആല, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല മനുഷ്യരെ ഒരുമിച്ച് കൂട്ടും. അങ്ങനെ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുമ്പോ ഫയഖൂമുൽ മുഅ്മിനൂന, ആദ്യമായി മുഅ്മിനീങ്ങൾ എന്തിന് തയ്യാറാകും? അല്ലാഹുവിന്റെ അടുക്കലേക്ക്. ഫയഖൂമുൽ മുഅ്മിനീങ്ങൾ എഴുന്നേൽക്കും, അവരിലേക്ക് അടുപ്പിക്കപ്പെടും. ഫയൗതൂന ആദമ, അപ്പോൾ സ്വർഗത്തിന് അടുപ്പിക്കപ്പെട്ടാല് ആരെങ്കിലും ഉദ്ഘാടനം ചെയ്തിരണ്ടേ എല്ലക്കെന്ന് കടക്കാൻ? കാണുമ്പത്തിന് ഒറ്റക്കൊണ്ട് പോയിട്ട് കടക്കാൻ പറ്റില്ലല്ലോ. ഉദ്ഘാടനം ചെയ്യണമെന്ന് വരുന്നുണ്ട്. നല്ല നല്ല കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഉദ്ഘാടനം ചെയ്യാൻ ഒരാളത്ത് പോകണമെന്ന് വരുന്നുണ്ട് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസിൽ നിന്നും ഹത്താ തുസ്ലഫ ലഹുമുൽ ജന്ന, സ്വർഗം അവരിലേക്ക് അടുപ്പിക്കപ്പെടും. ഫയൗതൂന ആദമ, അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് ചെല്ലും. സ്വലവാത്തുല്ലാഹി അലൈഹി, എന്താണ് ചെന്നിട്ട് പറഞ്ഞത്? ഫയഖൂലൂന, ആദം നബി അലൈഹി ഇസ്ലാമിനോട് അവർ പറയും, യാ അബാന, ഞങ്ങളുടെ ഉപ്പ, ഇസ്തഫ്തിഹ് ലനൽ ജന്ന, ഞങ്ങൾക്ക് സ്വർഗമൊന്ന് ഉദ്ഘാടനം ചെയ്തു തന്നെ, സ്വർഗമൊന്ന് ഞങ്ങൾക്ക് തുറന്നു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടേ എന്ന് ആരോട് പറയും? ആദം നബി അലൈഹി ഇസ്ലാമിനോട് പറയും. ഫയഖൂലു, അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാം പറയും, വഹൽ അഖ്റജകും മിനൽ ജന്നത്തി ഇല്ലാ ഖതീഅതു അബീകും, നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ ഉപ്പയുടെ ദോഷമല്ലേ പുറത്താക്കിയത്? ആ ഉപ്പയുടെ ദോഷം നിങ്ങളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉപ്പ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വർഗം തുറന്നു തരാൻ എങ്ങനെ ആവശ്യപ്പെടും? ആ ഉപ്പാക്ക് എന്തെങ്കിലും അർഹത ഉള്ളത് സ്വർഗത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി, സ്വർഗം തുറന്നു തരാൻ ആവശ്യപ്പെടാൻ അർഹത വേണ്ടേ? നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് നിങ്ങളുടെ ഉപ്പയുടെ ഏതല്ലേ ദോഷമല്ലേ എന്നാണ് ആര് പറയണത്? അതന്നെ ഇസ്ലാം പറയുന്നത്. അവരുടെ പ്രവർത്തനത്തിനെ കുറിച്ച് അവർ ദോഷമായി കാണുകയാണ്. യഥാർത്ഥത്തിൽ ദോഷമല്ല, അമ്പിയാക്കളിൽ നിന്ന് ദോഷം ഉണ്ടാവില്ലല്ലോ. അമ്പിയാക്കൾ മുഴുവനും പാപ സുരക്ഷിതരാണ്. പക്ഷെ അവരിൽ നിന്നും സംഭവിച്ച ചില കാര്യങ്ങളെ കുറിച്ച് അവരുടെ വിനയത്തിന് വേണ്ടിയിട്ട് അവർ ദോഷമെന്ന് വിലയിരുത്തുന്നു മാത്രം. അവരുടെ ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങളെ കുറിച്ച് അവർ ദോഷമെന്നാണ് വിലയിരുത്തി കാണുന്നത്. അതെന്താണ്? അവരുടെ വിനയ പ്രകടനമാണ്. അങ്ങനെ അവർ പറയുന്നു, നിങ്ങളുടെ ഉപ്പായുടെ ദോഷമല്ലേ നിങ്ങളെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയത്? ലസ്തു ബിസാഹിബിലാക്, ഞാനത് ചോദിക്കാൻ അവകാശപ്പെട്ടവനല്ല. അതുകൊണ്ട് ഇദ്ഹബൂ ഇലാ ബനി ഇബ്രാഹിമ ഖലീലില്ലാഹ്, അല്ലാഹുവിന്റെ ഖലീൽ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ഒരു വഴി പറഞ്ഞു മനസ്സിലാകുന്നുണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മളോട് ആരെല്ലാം ആവശ്യപ്പെട്ടാൽ അതിലേക്ക് നമ്മൾ തയ്യാറാവുകയല്ല വേണ്ടത്. എന്താ വേണ്ടത്? നമ്മൾ കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കുക. ഇന്ന വഴിയിലൂടെ പോയി ഇന്ന ആളോട് ചോദിച്ചാൽ ഇത് പരിഹാരം കിട്ടും. അപ്പൊ അതിനെ വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് മനസ്സിലാകുന്നത്. എന്റെ മകനായ ഇബ്രാഹിം ഖലീലുല്ലാഹിയാണ്, അല്ലാഹുവിന്റെ ഖലീല് എന്ന പരനാമം കിട്ടിയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയിക്കോളൂ.
ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫയൗതൂന, അങ്ങനെ മുഅ്മിനീങ്ങൾ ചെല്ലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് ചെല്ലും. ഫയഖൂലു, അപ്പോൾ പറയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയും, ലസ്തു ബിസാഹിബി ദാലിക്, ഞാൻ അതിനർഹനല്ല. ഇന്നമാ കുന്തു ഖലീലൻ, ഞാൻ ഖലീലായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് മിൻ വറാ വളരെ വളരെ ദൂരെയാണ്. ഒരുപാട് കടമ്പകൾക്കപ്പുറമാണ് ഞാൻ ഖലീലായിട്ട് നിൽക്കുന്നത്. എന്നേക്കാൾ അടുത്തുള്ള ആളുകൾ വേറെയുണ്ട്. അല്ലാഹു തആല ഒരു മറയും കൂടാതെ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഇടപെടൽ കൂടാതെ നേരിട്ട് സംസാരിച്ചത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടാണ്. അതുകൊണ്ട് നിങ്ങൾ മൂസ നബിയുടെ അടുക്കിലേക്ക് പോയിക്കോളൂ. കല്ലമഹുല്ലാഹു തക്ലീമ, മൂസ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല സംസാരിച്ചിട്ടുണ്ട്. തക്ലീമനോട് സംസാരിക്കൽ, നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഫയൗതൂന, അപ്പോൾ മുഅ്മിനീങ്ങൾ ചെല്ലും മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് ചെല്ലും. എന്നിട്ടോ ഫയഖൂലു, അപ്പോൾ മൂസ അലൈഹി ഇസ്ലാം എന്താ പറയാ, ലസ്തു ബിസാഹിബി ദാക്, ഞാൻ അറിയുന്ന അർഹനല്ല. ഇദ്ഹബു ഇലാ ഈസ കലിമത്തില്ലാഹി റൂഹി, അള്ളാഹുവിന്റെ കലിമത്ത് എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച, അള്ളാഹുവിന്റെ റൂഹ് എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ഈസാ നബി അലൈഹി ഇസ്ലാമിലേക്ക് നിങ്ങൾ പോയിക്കോളൂ. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അല്ലാഹു തആല കലിമത്തുല്ലാഹി റൂഹു എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ റൂഹ്, എല്ലാവർക്കും അള്ളാഹുവിന്റെ റൂഹിനെയാണ്, അള്ളാഹു സൃഷ്ടിച്ച റൂഹിനെയാണത്. അതിനോടുകൂടെ തന്നെ വാപ്പയില്ലാതെ സൃഷ്ടിച്ചു എന്ന ഒരു പ്രത്യേകമായ സ്ഥാനം ആർക്കുണ്ട്? ഈസാ നബി അലൈഹി ഇസ്ലാമിനുണ്ട്. അപ്പോ ആ ഈസാ നബി അലൈഹി ഇസ്ലാമിന് സ്ഥാനം കൂടുതലുള്ള ആളാണ്, അവരുടെ അടുത്തേക്ക് പോയിക്കോളൂ. ഏതായാലും ഞാൻ അർഹനല്ല എന്ന് പറഞ്ഞ് ആരും കൈയൊഴിഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൈയൊഴിഞ്ഞു. അങ്ങനെ ഫയൗതൂന, അവർ ആരടുക്കൽ ചെല്ലും? ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഫയഖൂലു, ഈസാ നബി അലൈഹി ഇസ്ലാം പറയും, ഇല്ല കേട്ടോ, ഈസാ നബി ഇസ്ലാമിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. ഫയഖൂലു, ഈസാനേ ഉള്ളൂ. അഥവാ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് അവർ പോകും. അങ്ങനെ പോയിട്ട് വിവരങ്ങൾ പറഞ്ഞാൽ അവിടെ ഫയഖൂലു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ലസ്തു ബിസാഹിബി ദാക്, ഞാനും അതിനുള്ള അർഹനല്ല എന്ന് പറയും. അങ്ങനെ പറയുമ്പോ ഫയഖൂലു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പിന്നീട് അവർ ആരുടെ അടുക്കലേക്ക് വരും? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ടുണ്ടെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അവർക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യാൻ വേണ്ടി തയ്യാറാകും. അതാണ് പറയുന്നത്. ലാസ്റ്റ് ഭാഗം ഞാൻ അടിച്ചു തന്നിട്ടില്ലേ? അതെ, ഇദ്ഹബു ഇലാ ഈസാ കലിമത്തില്ലാഹി വറൂഹി എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാം എന്ത് പറയും? ലസ്തു ബിസാഹിബി ദാക്, ഞാൻ അതിനർഹനല്ല എന്ന് പറയും. ഫയഖൂന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ സ്വർഗം തുറന്നു തരാൻ ആവശ്യപ്പെടാൻ വേണ്ടി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അവർ ചെല്ലുന്നതാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം പറയുമെന്നാണ് വേറെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാം എന്താക്കും? നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരോട് പറയും. അങ്ങനെ പറഞ്ഞ അനുസരിച്ച് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചെല്ലുമെന്നാണ്. റസൂലുള്ളാഹിയോട് പറയും, യാ റസൂലല്ലാഹി ഇസ്തഫ്തഹ് ലനൽ ജന്ന, അല്ലാഹുവിന്റെ റസൂലിനോട് പറയും അവർ, എന്തെന്ന്? ഞങ്ങൾക്ക് സ്വർഗ്ഗം ഒന്ന് തുറന്നു തരാൻ ആവശ്യപ്പെടണം. അല്ലെങ്കിൽ ഇശ്ഫഅ ലനാ ഫിൽ ഇറാഹത്തി മിൻ തൂലിൽ മവാഖിഫ്, ഈ മൗഖിഫിൽ നിന്ന് അഥവാ പിന്നെ വിചാരണയുടെ സ്ഥലത്തിൽ നിന്നും ഞങ്ങളൊന്ന് ഒഴിവാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ശുപാർശ ചെയ്യണം എന്നും വേറെ റിപ്പോർട്ടിൽ എന്റെ വിശദീകരണങ്ങൾ അങ്ങനെ രണ്ടുപേർക്ക് വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അർശിന്റെ താഴ്ഭാഗത്തേക്ക് നീങ്ങും, അവിടെ സുജൂദ് ചെയ്യും. ഫയഖൂമു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ ഐ ഇലാ തഹ്തിൽ അർശി, അർശിന്റെ അടുക്കിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീങ്ങും. വയസ്തു തഹ്തഹു, അർശിന്റെ താഴ്ഭാഗത്തിലായിട്ട് സുജൂദിൽ കിടക്കുന്നതാണ്. എന്നിട്ടോ വയഫ്തഹു അലൈഹി ബിമഹാമിദ്, അല്ലാഹുവിന്റെ മേലെ ഒരുപാട് സ്തുതി കീർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഒരുപാട് അല്ലാഹുവിനെ സ്തുതിക്കുന്നതാണ്.
അങ്ങനെ ശുപാർശ ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു തആലയുടെ ഭാഗത്ത് നിന്ന് സമ്മതം കിട്ടും. ഫയുഅ്ദനു ലഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സമ്മതം നൽകപ്പെടുന്നതാണ്. വതുർസലു, അങ്ങനെ എന്താക്കപ്പെടും, സമ്മതം നൽകപ്പെടും. അങ്ങനെ സമ്മതം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വർഗം തുറക്കാനുള്ള അനുമതി പിന്നെ ചോദിക്കുകയും ചെയ്യും. അതോടുകൂടെ എന്തുണ്ടാകും, വതുർസലുൽ അമാനത്തു വറഹിമു, അങ്ങനെ രണ്ട് സാധനത്തിന് കൂടെ ആദ്യം മനുഷ്യരിലേക്ക് ഇറക്കിയിട്ടുള്ള, മനുഷ്യർക്ക് ആദ്യം ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ആ അമാനത്തിനെയും വറഹിമു, കുടുംബ ബന്ധത്തിനെയും അല്ലാഹു തആല അവിടെ ഹാജരാക്കും. ഫയഖൂമാനി, അപ്പോൾ ഈ കുടുംബ ബന്ധവും അമാനത്തും രണ്ടാളുകളായി മാറിയിട്ട് ആ രണ്ടാളുകളും നിൽക്കും. ജംബത്തൈ സിറാത്തി, സിറാത്തിന്റെ രണ്ട് ഭാഗത്തിലായിട്ട് നിൽക്കും. ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാഹു തആല അമാനത്തിനെയും റഹിമിനെയും ഓരോ ആളുകളാക്കി രംഗത്ത് കൊണ്ടുവരും. അങ്ങനെ രംഗത്ത് കൊണ്ടുവന്നാൽ സിറാത്തുൽ മുസ്തഖീമിന്റെ രണ്ട് ഭാഗത്തിലായിട്ട് അവർ നിൽക്കും. അപ്പൊ അമാനത്തിന്റെ പണിയും അതേപോലെ തന്നെ പിന്നെ ഈ റഹിമിന്റെ പണിയൊക്കെ എന്താണ്, റഹിമിന്റെ പണിയും അമാനത്തിന്റെ പണിയൊക്കെ എന്താണ്, നല്ല നിനക്ക് വിശ്വസിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ മുറ പോലെ നിർവഹിച്ച ആളുകള് സ്വർഗത്തിലേക്ക് അടുക്കിലേക്ക് വരുമ്പോഴേക്ക് ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വിളിക്കും. എന്ത്, സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി അവർ അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുന്നതാണ്. അമാനത്തും അതേപോലെ തന്നെ റഹിമും. റഹിം എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം അറ്റുപോകുന്നതിൽ നിന്ന്, അത് വിട്ടുപോകുന്നതിൽ നിന്ന് ആരെല്ലാം പ്രത്യേകം സൂക്ഷ്മത കാണിച്ചിട്ടുണ്ടോ, ആരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവരൊക്കെ ഈ റഹിം കൈപിടിച്ച് രക്ഷിക്കും. അത് സ്വന്തം വാപ്പാനോടാണെങ്കിലും ശരി, ഉമ്മനോടാണെങ്കിലും ശരി, ഭാര്യനോടാണെങ്കിലും ശരി, മക്കളോടാണെങ്കിലും ശരി, ഉസ്താദുമാരോടായാലും ശിഷ്യന്മാരോടായാലും അള്ളാഹുവിന്റെ മാർഗത്തിലായി അവരെല്ലാവരെയും എന്താക്കണം, അടുപ്പിക്കണം. ആരെയും അകറ്റി നിർത്തരുത്, എല്ലാവരെയും അടുപ്പിക്കണം. അതാണ് റഹീം എന്ന് പറയുന്നത്. അകൽച്ചയുടെ പണികൾ ആരെങ്കിലും കാണിക്കുമ്പോ ആ അകൽച്ചയുടെ പണികളിൽ നിന്നും അവരെ എന്താക്കുക, അവർക്ക് നമ്മളെ വ്യക്തിപരമായ വിഷയത്തിൽ നമ്മളെ സഹായിക്കാതിരുന്നത് കൊണ്ടോ, നമ്മൾക്കുള്ള ഗുണങ്ങള് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടോ, നമ്മളുടെ എന്തെങ്കിലും ഗുണങ്ങൾ അവർ എടുത്തു പോയത് കൊണ്ടൊക്കെ ദുന്യാവിന്റെ കാര്യങ്ങളല്ലേ, അതൊക്കെ അവർ ക്ഷമിച്ചു കൊടുത്തിട്ട് അവര് എങ്ങനെ അവർക്ക് സലാമത്ത് കിട്ടാൻ സാധ്യതയുണ്ട് രണ്ട് ലോകത്തും എന്ന കാര്യം ചിന്തിച്ച് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ അടുപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആരൊക്കെ ശ്രമിച്ചോ അവർക്കൊക്കെ റഹിമു നാളെ സ്വർഗം കൊടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യും. റഹിമ് എന്ന് പറയുന്ന കുടുംബ ബന്ധം അല്ലാഹു തആല മനുഷ്യനാക്കി അവിടെ നിർത്തും. ആ മനുഷ്യനെ ശുപാർശ ചെയ്തുകൊണ്ടിരിക്കും ആ കുടുംബം ചേർത്തിയ ആളുകൾക്ക് വേണ്ടിയിട്ട്. അതിനാണ് അവരവിടെ നിർത്തുന്നത്. ഫയമുറു അവ്വലുക്കും, അപ്പോൾ നിങ്ങളിൽ നിന്ന് ഒന്നാം സ്ഥാനമുള്ള ആളുകൾ അവർ മിന്നറിയും പോലെയാണ് അതിലൂടെ കഴിഞ്ഞു പോകുക, കടന്നു പോവുക. ഫയമുറു അവ്വലുക്കും, അപ്പോൾ നിങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ ആളുകൾ കേട്ടോ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ ഉമ്മത്തുകളും ഒന്നാമത്തെ ഉമ്മത്തായിട്ട് പരിഗണിക്കപ്പെടുക. അവരിൽ നിന്നും ഉള്ള ആളുകൾ കഴിഞ്ഞു പോകുന്നത് ഏതുപോലെ, അതിലൂടെ കടന്നു പോകുന്നത് കൽബറഖി, ഏതുപോലെയാണ്, മിന്നൽ പിണറൽ പോലെയാണ്. മിന്നലടിക്കുമ്പോൾ എത്ര പെട്ടെന്ന് മിന്നലടിച്ചു തീരും, അതുപോലെ ഇവർ പെട്ടെന്ന് ആ സിറാത്ത് മുസ്തഖീം എന്ന പാലം കടന്നു പോകും. അല്ലാഹു തആല ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അർഹമുർ റഹീമിനായ അല്ലാഹുവേ, ഞങ്ങൾ എല്ലാവരെയും, ഞങ്ങളുടെ മാതാപിതാക്കളെയും, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെയും, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും, ഞങ്ങളുടെ ഉസ്താദുമാരെയും, ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ആ മിന്നൽ പിണറൽ പോലെ, മിന്നലടിക്കുന്നത് പോലെ സിറാത്ത് മുസ്തഖീം എന്ന പാലം വിട്ട് കിടക്കുന്ന സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നവരിൽ നീ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. അങ്ങനെ ആര് പറയാണ്,
അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലെങ്കിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു രണ്ടാം ഒരാൾ പറയാണ് ബിഅബി വഉമ്മി അയ്യു ശൈഇൻ കമർരിൽ ബറഖ്. എന്താ ഈ മർവുൽ ബറഖ് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒന്നാമത്തെ പാർട്ടി ബറത്ത് പോലെ കഴിഞ്ഞു പോകും, അതിലൂടെ കടന്നു പോകുമെന്ന്. എന്താ അതിന് ബറത്ത് പോലെ കഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് അതിന്റെ വേഗത? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലം തറൗ കൈഫ യമുറു വയർജിഉ ഫീ തർഫത്തി ഐനിൻ. നിങ്ങൾ കാണുന്നില്ലേ? കൈഫ യമുറു വയർജിഉ, എങ്ങനെയാണ് വരികയും പോകുകയും ചെയ്യുന്നത്? ഫീ തർഫത്തി ഐനിൻ, കണ്ണിന്റെ പോളകൾ അടച്ചു തുറക്കുന്നതിൽ. കണ്ണിന്റെ പോളകൾ അടച്ചു തുറക്കുമ്പോ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് എന്തിനോടെ കാണാതിരിക്കുന്നുണ്ടോ? ഒരു സാധനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോ അതിന്റെ ഇടയിൽ നമ്മൾ കണ്ണൊന്ന് വെട്ടി തുറന്നതിന്റെ പേരിൽ ആ സാധനം നമുക്ക് കാണാണ്ടായി പോകുന്നുണ്ടോ? ഇല്ല. ആ കാണൽ എന്താവും? വളരെ സുതാര്യമായി തന്നെ കാണുന്നുണ്ടാവും. കണ്ണിന്റെ പോളകൾ അടച്ചു തുറക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അറിയാതെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ കാണാതിരിക്കുന്നില്ല. വളരെ കുറഞ്ഞൊരു സമയമാണ് ആ കണ്ണടച്ചു തുറക്കലിന് വേണ്ടിയിട്ട് നാം ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. അതുപോലെ അത്രയും പെട്ടെന്നായി സിറാത്ത് മുസ്തഖീം എന്ന പാലം കടന്നു പോകുന്നതാണ്. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അവന്റെ മഹമായ ഫദ്ൽ കൊണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പേരുകൊണ്ട് മാത്രം അബൂബക്കറും ഇസ്മായിലും ഒന്നും ആയിട്ട് കാര്യമില്ലല്ലോ. ഈമാന് ഉണ്ടാവണ്ടേ? അത് അള്ളാഹു ഔദാര്യമായി തരുന്ന വേണം. അവസാന കാലഘട്ടങ്ങളിൽ തെറ്റ് ചെയ്യുന്ന ആളുകൾ വർദ്ധിച്ച കാലഘട്ടമാണ്. അതിലൂടെ കുറെ തെറ്റുകളിൽ അകപ്പെട്ടു പോയവരാണ് നമ്മിൽ അധിക പേരും. അപ്പൊ അള്ളാഹു തആല ഉദ്ദേശിച്ചാല് എല്ലാം അള്ളാഹു പുറത്തു വരും. ഈമാൻ അവശേഷിച്ചുണ്ടാവണം. ഈമാനും കൂടി ഇല്ലാത്ത അവസ്ഥ നമ്മളെ പ്രവർത്തനം കൊണ്ട് എപ്പോഴും തെറ്റുകളിലൂടെ മുഴുകി ഒരുപക്ഷെ ഈമാൻ തന്നെ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക്, വിശ്വാസത്തിനെ കൂടി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പ്രവർത്തനം മോശമായി കഴിഞ്ഞാൽ അപകടമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ അപ്പോ അതാണ് മിന്നൽ പോലെ എന്നത് കേട്ടോ. പിന്നെന്താ? അന ആതീക ബിഹി ഖബാ യർതദ്ദ ഇലൈക തർഫുക് എന്ന് ആരോടാ? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് ആസിഫ് ബർഖിയ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, കണ്ണ് ഇമ വെട്ടുന്നതിന്റെ ഉള്ളിലായിട്ട് എന്ത് ചെയ്യും? ആ ബിൽഖീസ് രാജ്ഞിയുടെ അർശ് കൊണ്ടുവരും എന്ന് പറഞ്ഞല്ലോ. കട്ടില് ഇത് കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോ സിംഹാസനം എന്നൊക്കെ പറയാം. അഥവാ പിന്നെ രാജ്ഞിയായിരുന്നല്ലോ ആര്? ബിൽഖീസ്. ആ ബിൽഖീസ് എന്ന രാജ്ഞിയുടെ ഇരിപ്പിടം, അതിനാണ് അർശ് എന്ന് പറയുന്നത്. പ്രത്യേകം ഭയങ്കര വലുപ്പമുള്ള സാധനമാണ്. ചെറിയൊരു ചെയർ പോലത്തെ സാധനമൊന്നുമല്ല, വലിയ വലുപ്പമുള്ള സാധനമാണ്. അത് വലിയ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതാണ് കണ്ണടച്ച് നീക്കുന്നതിന് തുറക്കുന്നതിന് മുന്നായിട്ട് ഞാൻ കൊണ്ടുവരുമെന്ന് ആസിഫ് ബർഖിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൊണ്ടുവന്ന് തരാമെന്ന്. കേട്ടോ? പിന്നെ എങ്ങനെയുണ്ടാവുക? സുമ്മ കമർരി റീഹി, പിന്നെ കാറ്റടിക്കുന്നത് പോലെ കാറ്റിന്റെ വേഗതയിൽ മനുഷ്യർ ആ ഏതിനെ വിട്ട് കിടക്കുന്നതാണ്? സിറാത്തിനെ വിട്ട് കിടക്കും എന്ന് പറഞ്ഞാല് രണ്ടാം സ്ഥാനത്തിലുള്ള ആളുകൾ. ആളുകൾ
കമർരി ത്വയ്രി, പക്ഷി പറക്കുന്ന വേഗതയിൽ കൊണ്ടുവരും. മണിക്കൂറിൽ 400 600 ഒക്കെ കിലോമീറ്റർ, 600 ചില്ലറൊക്കെ കിലോമീറ്ററിന് വേഗതയിൽ കാറ്റടിച്ചെന്നാ പറഞ്ഞത് ചില സ്ഥലങ്ങളിൽ. അപ്പോ സെക്കൻഡിലേക്ക് എത്ര ആയി? ഇത്ര കിലോമീറ്ററുകളായി ഒരു സെക്കൻഡിൽ തന്നെ. കമർരി ത്വയ്രി, അങ്ങനെ അടുത്ത സ്റ്റെപ്പ് പക്ഷി പറക്കുന്ന വേഗതയിൽ കൊണ്ടുവരും. എന്നാൽ ആ സമയത്ത് ഏറ്റവും വിഷമമുള്ളത് ആർക്കാണെന്ന് പറയുമ്പോ വാശദ്ദുർ റിജാലി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രയാസമുള്ളവർ. തജ്രീബിഹിം അഅമാലുഹും, അവരുടെ അമലുകൾ അവരെ കൊണ്ടുവരുന്നതാണ് എവിടേക്ക്? ആ സിറാത്ത് പാലത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരും. വാശദ്ദുർ റിജാലി തദ്രീബിഹിം അഅമാലുഹും വനബിയ്യുക്കും, നിങ്ങളുടെ നബി ഖായിമുൻ അല സിറാത്ത്, സിറാത്തുൽ മുസ്തഖീമിന്റെ അടുക്കൽ നിൽക്കുകയാണ്. അവർക്കൊരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല. അവർ പൂർണ്ണമായും അവർ രക്ഷപ്പെടണം എന്ന നിലക്ക് അവർ രക്ഷപ്പെടുത്താനായി നിൽക്കുന്നു. യഖൂലുവ, നിങ്ങളുടെ നബിയാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, റബ്ബി സല്ലിം സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്ത് രക്ഷപ്പെടുത്ത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹത്താ തഅജ്സു അഅമാലുൽ ഇബാദ്, അങ്ങനെ ജനങ്ങളുടെ അമലുകൾ ബാലിശമായി പോകും, വളരെ കുറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ പിന്നെ അമലുകൾ കൊണ്ടുവരുന്ന അവസ്ഥയില്ലാത്ത ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവും. എത്രത്തോളം? വഹത്താ യജീഉ റജുലു ലാ യസ്തതിഉ സൈർ ഇല്ലാ സഹ്ഫൻ, ചന്തി കുത്തി നിറങ്ങാനല്ലാതെ കഴിയാത്ത ആളുകൾ ആരുടെ കൂട്ടത്തിലുണ്ടാകും? അവിടെ ഷദ്ദുർ റിജാൽ എന്നല്ല, അവിടെ അഷദ്ദുർ റിജാലിനാണ് കേട്ടോ. സുമ്മ കമർരി ത്വയ്രി എന്ന് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് കരയത്തി, എന്നിട്ട് പിന്നെ അഷദ്ദു, ഇവിടെ ഉള്ളത് ഹംസ നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് അതിന്, ആ റിപ്പോർട്ടിൽ നിന്നിട്ട് കേട്ടോ. പിന്നെ മനസ്സിലായല്ലോ? അപ്പൊ സുമ്മ കാറ്റടിക്കുന്ന വേഗതയിൽ വരും എന്ന് പറഞ്ഞിട്ട് പിന്നെയുള്ള എന്താണ്? അശദ്ദുർ റിജാലിന, ജനങ്ങളിൽ ഏറ്റവും ശക്തമായവര്. എങ്ങനെ? ഏറ്റവും ശക്തമായവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ അമലിന്റെ കൂട്ടത്തില് അമല് ചെയ്തിട്ട് ആ അമല് കൊണ്ട് മാത്രം അവർക്ക് എന്താകാൻ പറ്റിയിട്ടില്ല, സിറാത്തുൽ മുസ്തഖീം എന്ന പാലം കടക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അവരെ ഷഫാഅത്ത് അവരിൽ കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരും. അങ്ങനത്തെ ആളുകൾ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാശദ്ദുർ റിജാലിന്ന് അതിന്റെ ശറഹ് എഴുതുന്നിടത്ത് പിന്നെ ദലീൽ ഫരീഹിൻ പറഞ്ഞിട്ടുണ്ട്. വാശദ്ദുർ റിജാലി ബിൽ ജീനി ജംഉ റാജിലിൻ ഖാല ഹുവ സഹീഹുൽ മഅറൂഫുൽ മഷ്ഹൂർ. കേട്ടോ? കമർരി ത്വയ്രി വാശദ്ദി അർരിജാലി. അങ്ങനെ അതിനെ അത്തുഫായിട്ട് അങ്ങനെയുണ്ട് അല്ലേ? അതെ. അപ്പോ അശദ്ദുർ റിജാലി എന്ന് പറയുമ്പോ അത് നേരത്തെ പറഞ്ഞ കമർരി ത്വയ്രി എന്നതിനോട് അത്തുഫായിട്ട് ഉപയോഗിക്കാം. ത്വയ്റിന്റെ പക്ഷിയുടെ പറക്കൽ പോലെ വേഗതയിൽ പോകുന്ന ആളുണ്ടാകും. അതുപോലെ അശദ്ദുർ റിജാലി നടക്കുന്ന വേഗതയിൽ
അക്കടക്കം നിന്നും അതിശക്തമായ വേഗത്തിൽ നടക്കുന്ന ആളെ പോലെയും പോകുന്നവരുണ്ടാകുന്നു. അവിടെ പുരുഷന്മാരെന്നല്ല, കാൽനട യാത്രക്കാരിൽ നിന്ന് വേഗത്തിൽ പോകുന്ന ആളെ പോലെ, കാൽനട യാത്രക്കാരിൽ നിന്ന് ഏറ്റവും അശ്രദ്ധമായ നിലക്ക് പോകുന്ന, ഏറ്റവും ശക്തമായ നിലക്ക് വേഗതയിൽ പോകുന്ന ആളുകൾ, അവരെ പോലെ പോകുന്നവരുണ്ടാകും. അപ്പൊ ശക്തി എന്നും വായിക്കാം, അശക്തി എന്നും വായിക്കാം. രണ്ടിന്റെയും ഉദ്ദേശം ഒന്ന് തന്നെയായിട്ട്. അവരുടെ അമലുകളാണ് അവരെ ആ നിലക്ക് നടത്തുന്നത് കേട്ടോ. എന്നാൽ ഈ കൂട്ടരൊക്കെ പോകുമ്പോൾ വനബിക്കും നിങ്ങളുടെ നബി യഖൂലു ഖായിമുൻ നിൽക്കുന്നവരാണ്, സിറാത്തിന്റെ അരികിൽ നിൽക്കുന്നവരാണ്. എന്നിട്ട് യഖൂൽ അവിടുന്ന് പറയുന്നു, റബ്ബി സല്ലിം സല്ലിം, അല്ലാഹുവേ നീ രക്ഷപ്പെടുത്ത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ പറഞ്ഞെടുത്ത് പെശക് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല് അശദ്ദുർ റിജാലി എന്നല്ല, അശദ്ദുർ റിജാലിനാണ് കേട്ടോ. മുമ്പത്തെയും ഖബറുമായിട്ടല്ല ഉള്ളത്, അത്തുഫും മഅ്തൂഫായിട്ടാണ്, പ്രത്യേകം ഓർമ്മിക്കണം. എന്നിട്ടോ ഹത്താ തഅ്ജിസു അഅ്മാലുൽ ഇബാദി, അങ്ങനെ അമലുകൾ അനുസരിച്ച് പോകുന്ന അവസ്ഥയൊക്കെ പോയിട്ട് അമലുകൾ എന്താക്കും, വളരെ കുറഞ്ഞു പോകും. അങ്ങനത്തെ ആളുകൾ ഇങ്ങനെ അവസാനമായി വരും. നല്ല അമലുള്ള ആളുകൾ ആദ്യം എത്തും. ആ അമലുകൾ പിന്നീട് കുറഞ്ഞ ആളുകളൊക്കെ ഇങ്ങനെ വരുമ്പോഴേ എത്രത്തോളം എത്തുമെന്ന് പറയുമോ, ഒരാള് വരും ലായസ്തീറ, അവൻ സിറാത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നവനായിട്ടില്ല, ായിട്ടല്ലാതെ ഇല്ല എന്നുള്ളത് അവന്റെ മുന്നറിയും പോലെ കിടക്കാൻ തന്നെ നമുക്ക് വിധിയാക്കട്ടെ. സഹഫ എന്ന പദം പ്രയോഗിക്കുന്ന എപ്പോഴാണ്, ചന്ദിന്റെ മേലെ വലിഞ്ഞു നീങ്ങി പോകുമ്പോഴാണ് സഹഫർ റജുൽ എന്ന് പറയാം. ഭാഷനെ വിശദീകരിക്കലാണ്. ഈ സിറാത്തിന്റെ രണ്ട് അരുകളിലുണ്ട് ഖലാലീബു, കൊക്കുകളുണ്ട്. ഖലാലീബ് കൊളുത്തുകൾ. ഹദീദത്തുൻ മഅഖൂഫത്തുൻ മഅഖൂഫത്തുർ റഅസ് യുഅല്ലഖു അലൈഹ അൽ-ലഹ്മു വയുർസലു ഫിത്തന്നൂർ. ഭാഷയിൽ കലാലീബ് എന്ന് പറയൽ എന്താണ്, മുനയുള്ള ഇരുമ്പിന്റെ സാധനത്തിനാണ് പറയല്. അതിന് അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് അതിനെ എന്ത് ചെയ്യും, പിന്നെ ഉപയോഗിക്കും. അങ്ങനെ മുനയുള്ള ഇരുമ്പിന്റെ സാധനത്തിനാണ് കലാലീബ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഇരുമ്പിന്റെ തന്നെ മുനയുള്ളത് മരത്തിന്റെ ചെറിയ മരക്കഷ്ണത്തിന് ഘടിപ്പിച്ച രീതിയിലും ഉണ്ടാവും. അതിനും കലാലീബ് എന്ന് പറയും. പിന്നെ കലാലീബ് രണ്ട് രൂപമുണ്ട്. മുഅല്ലഖത്തുൻ, അത് സിറാത്തിനോട് ബന്ധിപ്പിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ മുനയുള്ളതായിരിക്കുന്ന ഇരുമ്പിന്റെ സാധനങ്ങൾ. മഅ്മൂറത്തുൻ ബിഅഖ്ദി മൻ ഉമിറത്, ആ കലാലീബിനോട് ആരെ പിടിക്കാൻ കൽപ്പിക്കപ്പെട്ടോ അവരെ പിടിക്കൽ കൊണ്ട് പിടിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ് ആ കലാലീബുകൾ, ആ ഇരുമ്പിന്റെ കൊളുത്തുകൾ. ആ ഇരുമ്പിന്റെ മുനയുള്ള സാധനങ്ങളോട് ചില ആളുകളെ പിടിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മഅ്മൂറത്തുൻ, ആ കലാലീബ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ബിഅഖ്ദി മൻ, ഒരാളെ പിടിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഉമിറത് ബിഹി, ആ കലാബിനോട് അവനെ പിടിക്കാൻ കൽപ്പിക്കപ്പെട്ടത്, അങ്ങനത്തെ ആളെ പിടിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കൽപ്പിക്കപ്പെട്ട സാധനമാണ്. ആരെ പിടിക്കാനാണ് കൽപ്പിക്കപ്പെട്ടത്, അവരെ പിടിക്കണമെന്ന് ഉദ്ദേശിക്കപ്പെട്ട ആളുകൾ സാധനമാണ് അത്. അപ്പൊ അവരെ പിടിക്കുന്നർത്ഥം. നാജിൻ, അപ്പോൾ ഈ ഇരുമ്പിന്റെ മുനയുള്ള സാധനം കൊണ്ട് ഒരു കോറല് ഏൽപ്പിട്ടുള്ള ആളുകൾ ഉണ്ടാകും.
നാജിൻ അവൻ രക്ഷപ്പെട്ടവനായിരിക്കും. മിന്നൽ പോലെ പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഈ പിന്നെ കലാലീപനൊന്നും വരെ കാണാൻ പോലും പറ്റൂല. പിന്നെ ഓടിപ്പോകുമ്പോൾ നടന്നു പോകുമ്പോഴൊക്കെ ചിലപ്പോ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോർണൊക്കെ കിട്ടിയെന്ന് വരും. അതാണ് ഇപ്പൊ മഹദൂസുൻ, ഈ കലാലീപ് കൊണ്ട് കോറൽ കിട്ടിയിട്ടുള്ള ആളുകള്. നാജിൻ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആളാണ്. മുക്കർദസും ഫിന്നാർ, മുക്കർദസ് ആണെങ്കിലോ അതിൽ കൊളുത്തി വലിക്കുന്നവൻ, ഫിന്നാർ അവൻ നരകത്തിൽ തന്നെയാണ്. അപ്പൊ മുക്കർദസ് പറയും ആളുകളുടെ മേലെ തട്ടിയിട്ട് അവനവിടെ കിടക്കും. അങ്ങനെ കിടക്കുമ്പോ അവരെല്ലാവരും നരകത്തിലേക്ക് ആപതിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. മുക്കർദസുൻ അട്ടിയായിട്ട് കിടക്കുന്ന അവസ്ഥ, അതിനാണ് മുക്കർദസ് എന്ന് പറയാം. കൗനുൽ അഷ്യാഇ ബാബുഹാ അലാ ബാദിൻ, ഒന്നിന്റെ മേലായിട്ട് വരുന്ന രൂപത്തിനാണ് മുക്കർദസ് എന്ന് പറയാം. അപ്പോ സിറാത്ത് മുസ്തഖീമിൽ അവസാനം പോകുന്ന ആൾക്ക് മുന്നിലേക്ക് പോവാൻ സാധിക്കാതെ ഈ കലാലീമുമ്മ തട്ടിയിട്ട് അവിടെ വീഴും. അതിന്റെ പിന്നിലൂടെ നടക്കുന്ന ആള് അവന്റെ മേലും ഈ കലാലീം കിട്ടും, അവനും വീഴും. അങ്ങനെ മുന്നോട്ട് പോവാൻ സാധിക്കാതെ എല്ലാം കൂടി അവസാനം നരകത്തിലേക്ക് വീഴും. അതാണ് മുക്കർദസുൻ. മുക്കർദസ് ഫിന്നാരി നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ അവിടെ മേലയ്ക്ക് മേലെയായി വീണ് കിടക്കപ്പെടുന്ന ആളുകൾ ഫിന്നാരി അവർ നരകത്തിലാകുന്നു. വല്ലദീ നഫ്സു അബീ ഹുറൈറ, അല്ലാഹുവിനെ അധിഷ്ഠിച്ച് പറയുന്നു. ഈ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗത്ത് അബൂ ഹുറൈറ തങ്ങൾ പറയാണ് റളിയല്ലാഹു അൻഹു, വല്ലദീ നഫ്സു അബീ ഹുറൈറ ബിയദിഹി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറയുടെ നഫ്സ് ആരുടെ നിയന്ത്രണത്തിലാണോ ആ അല്ലാഹു സാക്ഷിയാണ്. ഇന്ന ഖഅറ ജഹന്നമ ലസബഊന ഖരീഫ, തീർച്ചയായും നരകത്തിന്റെ ആഴം അത് 70 ഖരീഫാണ്. നരകത്തിലേക്കുള്ള ദൂരം 70 ഖരീഫ് ഉണ്ട്. അപ്പോ 70 ഖരീഫ് എന്ന് പറയുമ്പോ ഒരു ഖരീഫ് എത്ര? ഒരു കൊല്ലം. ഒരു ഖരീഫിന് ഒരു കൊല്ലം എന്ന് പറയാം. വൽ ഖരീഫു സനത്തുൻ. അപ്പൊ 70 കൊല്ലം താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നാലാണ് നരകം എത്തുള്ളൂ. അത്രയും ദൂരത്തിലാണ് നരകം ഉള്ളത്, അത്രയും താഴത്തേക്കാണ് വീഴുന്നത് എന്നർത്ഥം. വീണ്ടേയിരിക്കും, 70 കൊല്ലം വരേക്കും വീഴുകൊണ്ടേയിരിക്കും. 70 കൊല്ലം വീണാലാണ് പിന്നെ ദൂരം സഞ്ചരിക്കുമ്പോഴാണ് വീട്ട് 70 കൊല്ലം എത്തുമ്പോഴാണ് എവിടെ എത്തുന്നത്, നരകത്തിന്റെ താഴത്തേക്ക് എത്തുന്നത് കേട്ടോ. അപ്പൊ അത്രയും പിന്നെ ആഴമേറിയതാണ് നരകത്തിന്റെ കൊണ്ട്. അതിന് ചാടി രക്ഷപ്പെടാൻ പറ്റുന്ന ആരും കരുതണ്ട. അതിൽ ചാടി രക്ഷപ്പെടാൻ പറ്റുന്ന ആരും കരുതണ്ട. അത്രയും താഴെയുള്ളതാണ് ഇത് നരകം. അതിൽ ചാടിയിട്ടോ ഓടിയിട്ടോ ഒരു നിലക്കും രക്ഷപ്പെടാൻ പറ്റുമെന്ന് അതിൽ അകപ്പെടുന്ന ആളുകൾ വ്യാമോഹിക്കണ്ടെന്ന് അർത്ഥം. റവാഹു മുസ്ലിം, ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞ ബിൽ ഫതഹി ഫീഹിമ, രണ്ടിലും ഫതഹ് കൊണ്ടാണ് വായിക്കേണ്ടത്. അതിന്റെ അർത്ഥം എന്താണ്? ഫതീല പറയപ്പെട്ടത് വന്നുകൊണ്ട് വായിക്കാം എന്ന് ബിലാ തൻവീൻ, തൻവീനില്ലാതെ എന്നിങ്ങനെ പറയപ്പെട്ടു. പറ്റുന്നത് ആ സ്ഥാനത്തിലല്ല. വഹിയ കലിമത്തുൻ വിനയം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്കിൽപ്പെട്ട വാക്കാണ്
വിനയം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയപ്പെടുന്ന വാക്കാണ്. ഇമാം നബി തങ്ങൾ ഈ ഹദീസ് വിശദീകരിച്ചതിന് ശേഷം പറയുന്നു, അത് ബസത്തു മാനഹാ ഫി ശറഹി സ്വഹീഹ് മുസ്ലിം. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹില് അതിന്റെ വിശദീകരണം പറയുന്ന ഭാഗത്ത് ഈ ഹദീസിന്റെ ആശയം ഞാൻ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. അത്ര മതി, മറ്റു പുസ്തകമൊന്നുമില്ലേ? ഖുർആൻ അല്ലേ? തജ്വീദിന്റെ പുസ്തകത്തെയോ തജ്വീദിന്റെ പുസ്തകത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിൽ റൈസാന്റെ ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അറിയിക്കണം. ഇതായിരുന്നാലും ഇപ്പൊ നമ്മൾ ഓതിയത് അമാനത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അമാനത്ത് ശരിക്ക് പാലിച്ചു പോകുന്നില്ലെങ്കിൽ വലിയ വിഷമാണ് ഉണ്ടായിരിക്കുക എന്നാണ് ചുരുക്കി പറഞ്ഞത്. ആരിൽ ഏൽപ്പിക്കപ്പെട്ടോ ആര് കാര്യം വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു ആരിനെ പോലെ വെച്ചുകൊണ്ടു. അതുപോലെ ആരും ഏൽപ്പിക്കാത്ത കാര്യമാണെങ്കിൽ പോലും ആരും ഏൽപ്പിക്കാത്ത കാര്യമാണെങ്കിൽ പോലും ഏതാണ് അല്ലാഹു തആല അവന്റെ അടുക്കൽ നിന്നും ഈ ലോകത്തേക്ക് നാം വരുമ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടിയായിട്ട് നാം ജനിച്ചു വന്നപ്പോ തന്നെ കുറെ അമാനത്തുകളുമായിട്ട് നാം വന്നിട്ടുണ്ടടക്കം. ആ അമാനത്ത് പാലിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടാവസ്ഥയാണ് നാം പറഞ്ഞത്. അമാനത്ത് പാലിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാകും? അമാനത്തിന്റെ ശഫാഅത്തും നാളെ ആഖിറത്തിൽ അവന് ഗുണകരമായി കിട്ടും എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പിന്നെ ഇനി അടുത്ത ഹദീസ് ഓതണോ? എന്താ വേണ്ടത്? സമയമുണ്ടോ? അബൂ ഹുബൈബ് റളിയല്ലാഹു തആല തൊട്ടുള്ള ഹദീസ് ബിളമ്മിൽ ഖാഇൽ മുഅജമത്തി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമാ ഖാൽ. ദീർഘമായ ഒരു ഹദീസാണ്. ഈ ഹദീസിന്റെ കുറച്ചു ഭാഗം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ ഇങ്ങനെ കൊണ്ടുപോകണമെന്നില്ല, മടുപ്പ് വരണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് നാളെ ആക്കാം, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ പറഞ്ഞ വിഷയത്തില് അർത്ഥം വെക്കുന്നതിലൊക്കെ കുറവുകളോ മറ്റോ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അറിയപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാം കേട്ടോ. എന്താണ് അന്നാസ് ജനൽ? പുരുഷന്മാരെ ഈ രണ്ട് ചോദ്യങ്ങൾ നേരത്തെ വന്നതില് ഉണ്ട്. പുരുഷന്മാരെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പിന്നെ അതിൽ ആര് പെടും? സ്ത്രീകളെ അർത്ഥത്തിൽ വരുമോ? നല്ല ചോദ്യമാണ്. ഈ ഹദീസില് എന്ത് പറഞ്ഞു? സയഖൂമുൽ മുഅ്മിനൂനല്ലേ പറഞ്ഞത്? പുരുഷന്മാരെന്ന് പറഞ്ഞത് അതിന്റെ മുമ്പുള്ളടത്തായിരിക്കില്ല, നേരത്തെ ചോദിച്ച ചോദ്യമായിരിക്കും അത്. ഫീ ജവരി ഖുലൂബിർ റിജാൽ, മനുഷ്യരുടെ ഹൃദയത്തിന്റെ ജവറിൽ എന്ന് പറഞ്ഞു അല്ലേ? അവിടെയാണ്. അവിടെ റിജാല കൊണ്ട് ഉദ്ദേശം എത്രയുള്ളൂ? മനുഷ്യന്മാരെന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ. കേട്ടോ.
റിജാൽ എന്ന് അവിടെ പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശം? മനുഷ്യന്മാരെന്നാണ് ഉദ്ദേശം. അത് ആരാ വിശദീകരിക്കുന്നത്? ഇമാം തന്നെ വിശദീകരിക്കുന്നുണ്ടാവും. കാരണം അമാനത്ത് ഇല്ലാതെ മനുഷ്യൻ എന്തില്ല, ജനിച്ചു വരുന്നില്ല. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്ന് പറഞ്ഞല്ലോ. എല്ലാ ജനിക്കുന്ന ആളുകളും ഫിത്രത്തോടു കൂടെയാണ് ജനിക്കുന്നത് പറഞ്ഞിരുന്നു. അതിന്റെ ഒരു ആശയം തന്നെയാണ് ഈ പറഞ്ഞത് കേട്ടോ. അപ്പോ ഫീ ജദരി ഖുലൂബിർ റിജാലി എന്ന് പറഞ്ഞതും അതില് ഏതുൾപ്പെടും? മനുഷ്യന്റെ എന്നുള്ള അർത്ഥത്തിനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം അമാനത്ത് പുരുഷനക്ക് മാത്രമല്ല അത് പാലിച്ചുകൊണ്ട് ജീവിക്കേണ്ടതും അമാനത്തിന്റെ പൂർത്തിയാക്കി വീട്ടേണ്ടതും പുരുഷന്റെ മാത്രം കടമയല്ല. പിന്നെ പറയുമ്പോ പുരുഷന്റെ പേര് പറയുന്നത് സ്ത്രീകളെക്കാൾ പുരുഷനെ ഗാലിബാക്കി പറയുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇത് ഖഫാവൊന്നുമില്ല. പിന്നെ വേറൊരു ചോദ്യം ഉണ്ടാവുന്നെന്താ? വേറൊരു ചോദ്യം എന്താ? അന്നാസ് എന്ന് പറയുന്നത് അല്ലേ? അന്നാസിന് എവിടെ വന്നത്? അന്നാസ് എവിടെ വന്നത്? അന്നാസിന് ഫയസ്ബിഹുന്നാസു അല്ലേ? അതെ. അപ്പോൾ നേരത്തെ റിജാല് പറഞ്ഞത് എന്തായി? മൊത്തം ജനങ്ങൾ എന്നുള്ള മനാക്കാണെന്ന് അതുകൊണ്ട് തന്നെ വന്നല്ലോ. റിജാലിനെ ആദ്യം പറഞ്ഞിട്ട് അതിന്റെ ബാക്കിയിലാണ് എന്ത് പറഞ്ഞത്? ഫയസ്ബിഹുന്നാസു യതബായഊന ഫലാ യകാദു അഹദുൻ യുഅദ്ദിൽ അമാന. ജനങ്ങൾ നേരം പുലർന്നവരാകും. ഏത് നിലക്ക്? യതബായഊന, അവർ പരസ്പരം കച്ചവടം ചെയ്യുന്നവരായ നിലക്ക് നേരം പുലർന്നവരാകും. നേരം കൊടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഈ അമാനത്തിന് ഉയർത്തപ്പെട്ടതിന്റെ ശേഷം ഉണ്ടാകുന്ന അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അമാനത്ത് ഉള്ള ജനങ്ങള് പുരുഷന്മാരും അല്ലാത്തവരുമുണ്ട്, സ്ത്രീകളുമുണ്ട് എന്നുള്ള ഏതുകൊണ്ട് മനസ്സിലാവും? യസ്ബിഹിന്നാസുമെന്ന് മനസ്സിലാവും. ഇനിയിപ്പൊ അത് അഥവാ പറഞ്ഞില്ലെങ്കിൽ തന്നെ ആ സന്ദർഭം കൊണ്ടും വിഷയം കൊണ്ടും വിഷയത്തിന്റെ ആ അവസ്ഥ കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അവിടെ ഖുലൂബിർ റിജാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ഹൃദയത്തിന്റെ അസലിൽ മുരടിൽ അല്ലാഹുവിൽ എന്തിനെ ഇറക്കിയിട്ടുണ്ട്? അമാനത്തിനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോ മുരടിൽ നിന്നാണ് ഏതൊരു സാധനവും ഉണ്ടാകുന്നത്. അപ്പൊ മനുഷ്യനുണ്ടാകുന്നത് തന്നെ അമാനത്തിലൂടെയായിട്ടാണ് മനുഷ്യനുണ്ടാകുന്നത് നടത്താം. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട് ഈ ലോകത്തേക്ക് വരുന്നത് അമാനത്തിന്മേലാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അന്നാസിന് താഴെ പറഞ്ഞതുകൊണ്ട് അത് കൂടുതൽ വ്യക്തമാവുകയും ചെയ്തു എന്ന് മാത്രം. പിന്നെ വേറെന്തെങ്കിലും ഉണ്ട് ഈ വിഷയത്തിലുണ്ടോ? അമീർ അലി ഇടിയങ്ങര എന്ന ആള് ഇന്നലെ രാത്രി മരണപ്പെട്ടിട്ടുണ്ട്. ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഒരാളെ അയച്ചിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. പിന്നെ പിന്നെന്താണ്?
വേറെ വല്ല സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ ഈ വിഷയത്തില് ചർച്ച ചെയ്യേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇനി വരാൻ പോകുന്ന ഹദീസ് അത് തന്നെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ കഴിയുന്നൊന്നുമില്ല. കുറച്ച് ദീർഘമുള്ള ഹദീസാണ്. വായിച്ചു പോകണമെങ്കിൽ കഴിയും, പക്ഷെ അതിന്റെ വിശദീകരിച്ച് പോകണമെങ്കിൽ എന്താവില്ല, ഒരു ദിവസം കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ തന്നെ അവധിയാണ് നല്ലത്. 202 ഹദീസാണ് ഇനി നമുക്ക് ഓതാനുള്ളത് കേട്ടോ. അപ്പോ വേറെന്താണ് വിശേഷങ്ങള്? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ നെറ്റിലൂടെ ആയിട്ട് മറ്റേ ഈ പല പോസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. ഒന്നും അതിലൊന്നും ആരുണ്ടാക്കണ്ട, ഒന്നും ചെവി കൊടുക്കണ്ട, നിലക്കുള്ളതും നടക്കുന്നുണ്ട്. കുറെ സത്യം ഉണ്ടാവും, കുറെ അസത്യം ഉണ്ടാവും. നമ്മളൊരു കാര്യം ഉറപ്പിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഉറപ്പില് മാർക്കണം. തെളിവുള്ള കമ്മി നമ്മളോട് പറയാനുള്ളത് നമ്മളുടെ ആളുകൾക്ക് നമ്മളോട് നേരിട്ട് പറയും. അത് ഈ പത്രക്കാര് മുഖേന നമ്മൾക്കൊന്നും എന്താക്കേണ്ടതില്ല, നമ്മൾ ഉസ്താദന്മാരിൽ പഠിക്കേണ്ടതില്ല. നമ്മുടെ ഉസ്താദന്മാരെ വർത്തമാനം എന്താണ് എന്ന് നമുക്ക് പത്രക്കാർ പറഞ്ഞു തരണ്ട. നമ്മുടെ ഉസ്താദന്മാർ തന്നെ ഓരോ ദിവസവും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അവര് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ നമുക്കൊരു പത്രമുണ്ട് അല്ലേ? നമുക്കൊരു പത്രം ഉണ്ടല്ലോ, ഒരു പത്രമുണ്ട്. ആ പത്രത്തിലൂടെയും അതുപോലെ നമ്മോട് നേരിട്ട് പറയുമ്പോഴും ഒക്കെ നമുക്ക് നമ്മുടെ ഉസ്താദുകളുടെ അഭിപ്രായങ്ങളും ചാനലിലൂടെ ഒക്കെ പലതും റിപ്പോർട്ട് ചെയ്യും. കുറെ ശരി ഉണ്ടാവും, കുറെ പിന്നെ ബാപ്പിലുണ്ടാവും. അതൊക്കെ എത്രയോ അനുഭവിച്ചതാണ് ഈ സമുദായം. അതുകൊണ്ട് തന്നെ ഒരു സംശയങ്ങളിലും ഒരു പിന്നെ ശങ്കയിലൊന്നും ആരും അകപ്പെടേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ആരോപണങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും മറുപടിയായിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഉസ്താദന്മാർക്ക് നമ്മളോട് പറയേണ്ട കാര്യങ്ങൾ അത് വ്യക്തമായി തന്നെ നമ്മളോട് പറയാൻ ഓരോ ദിവസവും അവർ പ്രഭാഷണ രംഗത്തും അതേപോലെ തന്നെ നമ്മുടെ സിറാജിലൂടെയും ഒക്കെ നമ്മളോട് അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉസ്താദന്മാർ ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ അഭിപ്രായങ്ങളും നമ്മളുടേതല്ലാത്ത മാധ്യമങ്ങൾ മുഖേന നമ്മൾക്ക് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തീരുമാനം എടുക്കേണ്ടതും ഇല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എന്നോടും കൂട്ടുകാരോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അതിൽ ബാത്തിലായതും നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. എത്രയോ പത്രസമ്മേളനം നമ്മൾ പിന്നെ കാശ് ചിലവാക്കിയിട്ട് നടത്തുന്ന കാര്യമാണ് പത്രസമ്മേളനം എന്ന് പറയുന്നത്. ആ പത്രസമ്മേളനം വിളിച്ചിട്ട് ഒരു ചില കാര്യങ്ങൾ അവതരിപ്പിച്ചാലെങ്കിലും പത്രങ്ങൾ നേരാൻ വണ്ണം കൊടുക്കണമെന്നാണ്. അതുപോലും വളച്ചൊടിച്ചുകൊണ്ടും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലും ആണ് നമ്മുടെ പത്രങ്ങളല്ലാത്ത പല പത്രങ്ങളും ഔട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ അഭിമുഖത്തിലൂടെയും അല്ലാതെയൊക്കെ ആകുന്ന വാർത്തകൾ കുറെ ശരിയുണ്ടാവും, കുറെ ബാത്തിലുണ്ടാവും. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊന്നും തന്നെ നമ്മൾ ഉറച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ എന്താക്കേണ്ടതില്ല, ഒരു മാറ്റം വരുത്തേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമുക്ക് അടിയുറച്ച ഈമാൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ ഉസ്താദുമാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകട്ടെ. അവർ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അവർ ഉദ്ദേശിച്ചതിനേക്കാൾ വേഗത്തിലായി അല്ലാഹു തആല നിർവഹിച്ചു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാം. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ചും ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ആളുകളുണ്ട്. ഇഖാമയുടെ പ്രവൃത്തി എളുപ്പത്തിലായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളുണ്ട്. അതുപോലെ വിവാഹ ബന്ധങ്ങൾ നടന്നു കിട്ടാൻ്റെ ആവശ്യക്കാർ ഉണ്ട്. മക്കൾ വിവാഹപ്രായം എത്തിയിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ പല ഉദ്ദേശങ്ങളുമുള്ള വിവിധ ആളുകളുടെ ആവശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. റഹ്മാനുർ റഹീമിൻ അല്ലാഹുവേ, ഞങ്ങളുടെ ഉദ്ദേശങ്ങളെല്ലാം ഞങ്ങളുടെ ദുആ ചെയ്യാൻ അതുപോലെ കഠിനമായ
അസുഖങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ ഉണ്ട്. അസുഖങ്ങളിൽ നിന്ന് ശിഫ കിട്ടാനും വേണ്ടി അവർ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. റഹ്മുർ റഹീം അല്ലാഹുവേ, ആ രോഗികൾക്ക് എളുപ്പത്തിൽ നീ ശിഫ നൽകണേ റഹ്മാനെ.